عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومولانا ومنزينا ومصطفانا محمد بن عبد الله صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم فابلغه أن السلام اللهم فابلغه أن السلام اللهم فابلغه أن السلام. اذكرنا يا محمد عند ربك صلى الله عليه وسلم. सलाम उस पर जिसने बेकसों की दस्तगीरी की. सलाम उस पर जिसने बादशाही में फकीरी की. वो जमाने में मुअज़्ज़ज़ थे मुसलमान होकर, आज हम खार हुए तारिके कुरान होकर. दुश्मन से ने बदला लिया हजरत ने कभी भी, मारा भी तो अखलाक के तलवार से मारा. ഹാ കണ്ടതിലീശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം. നിരീശ്വരത്വത്തിലടിഞ്ഞു ചേർന്നു നിരസ്ത വിശ്വാസ്യരേബ്യക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പുന്ന കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിപശക്തനേ. ഇവർക്കിരുട്ടേൻ പ്രിയമിത്ര ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. കുറച്ച് ഡിലേ കൊടുക്കുക. ബാസ് കുറച്ച് പരിശുദ്ധമായ ഈ വേദിയിൽ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ സദസ്സിനെ ധന്യമാക്കാൻ വേണ്ടി കടന്നു വന്ന മഹത്തുക്കളെ, കാരണവന്മാരെ, ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങളെ, വിനീതനായ എന്നെ ഈ പ്രവിശാലമായ പന്തലിന്റെ ചുവട്ടിൽ മതഭാഷണത്തിന്റെ സദസ്സിലേക്കുള്ള വിളംബരം ശ്രവിക്കാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, യുവസുഹൃത്തുക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിലെ സഹോദര മതസ്ഥരായ ഭാരതാംബയിലെ എന്റെ പ്രിയപ്പെട്ട സഹൃദയരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ ധർമ്മപുരാണങ്ങളുടെ ഇതിഹാസ തുല്യമായ സദസ്സിലേക്ക് ഒരിക്കലൂടെ നമ്മൾ സമാഗതരായിരിക്കുകയാണ്. ഇതല്ലയോ ജീവിതത്തിന്റെ സൗരഭം? ഇതല്ലയോ ജീവിതത്തിന്റെ ഉന്നതമായ സന്ദർഭം? ഇതല്ലയോ ജീവിതത്തിന്റെ വിളക്കുമാടം? ഇതാണ് ജീവിതത്തെ സ്വർഗത്തിലേക്ക് വഴി നടത്താൻ ചാലകശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘടകം. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇവിടെ വിശ്വാസം
വിശ്വാസത്തിന്റെ സുഗന്ധത്തെ ഞാനും നിങ്ങളും അല്പസമയത്തേക്കെങ്കിലും ഒന്നൊഴിഞ്ഞിരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. വിശ്വാസം ഒരു സുഗന്ധമായി ഹൃദയത്തിലേക്ക് കുടിയിരിക്കേണ്ട പ്രതിഭാസമാണ്. ആ വിശ്വാസമാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്. ആ വിശ്വാസമാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത്. ആ വിശ്വാസത്തിന്റെ സുഗന്ധം കൊണ്ട് മാത്രമാണ് അവൻ മറ്റുള്ളവർക്ക് മുമ്പിൽ വ്യത്യസ്തനാകുന്നത്. അവന്റെ പേഴ്സണാലിറ്റിയുടെ ഐഡന്റിറ്റി പോലും അവന്റെ വിശ്വാസമാണ്. സംസ്കാരം മനുഷ്യനെ വിശ്വാസത്തിലൂടെ കൊണ്ടുപോവുകയാണ്. സംസ്കാര ശൂന്യത എന്ന് പറയുന്നത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന തത്വത്തിന് തുല്യമാണ്. ഇവിടെ വഴിയരികിലൂടെ എത്ര മൃഗങ്ങൾ സഞ്ചരിച്ചു പോകാറുണ്ട്. ആ മൃഗങ്ങളെ ആരാണ് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഗൗനിക്കാറുള്ളത്? എന്നാൽ മൃഗങ്ങൾക്ക് അവയുടേതായ ഭാഷയുണ്ട്. മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായിരിക്കുന്ന ആശയവിനിമയങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായിരിക്കുന്ന വൃത്താന്തങ്ങളുണ്ട്. മനുഷ്യൻ അതിൽ നിന്നും ഭിന്നനാണ്. ഇഖ്റ, അങ്ങ് വായിക്കണം നബിയേ. വറബ്ബുകൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാൻ ഒരാജ്ഞാപനം ലോക ചരിത്രത്തിലേക്ക് മുഴങ്ങുകയാണ്. അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഘടകം. വിദ്യാഭ്യാസം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നു. വിദ്യവിഹീന പശു എന്ന സംസ്കൃതത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്. ജ്ഞാനമില്ലാത്തവൻ പശുവിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ നാക്കാലികൾക്ക് തുല്യമാണ്. മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ മൃഗത്തേക്കാൾ അധപ്പതിക്കാൻ മനുഷ്യന് സാധ്യമാണ്. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. അപ്പം മൃഗം സംശയനായ മനുഷ്യനേക്കാൾ അല്ലാഹു ഉത്കൃഷ്ടമാക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് വിശ്വാസം ഉള്ളിലേക്ക് കുടിയിരിക്കുമ്പോഴാണ്. ആരാണ് ഹലാബത്തുൽ ഈമാൻ? പരിശുദ്ധമായിരിക്കുന്ന വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ച ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ മദീന മുനവ്വറയുടെ മണലാരണ്യത്തിൽ ചർച്ചയിടുകയാണ്. പരിശുദ്ധ നബിയുടെ വാള് കേൾക്കാൻ കടന്നു വരുന്ന സഹാബത്ത് അതിനെ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ നബിയെ ലോകനായകൻ തിരുമേനി എന്ന് അല്ലാഹു സർവനാ അവനേതൊരു പ്രവാചകനെ പറ്റിയാണോ വാഴ്ത്തി പറഞ്ഞത്, ആ നായകൻ ഹന്തരയോട് ചോദിച്ചുപോയി, എന്തിനാണ് ഹന്തര നീ നിന്നെ പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞു പോയത്? ഹന്തര റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ വാത് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത ഭക്തിയാണ് നബിയേ. അങ്ങയുടെ വാത് കേൾക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് വല്ലാത്ത ഭക്തിയാണ്. ആ വാത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയാൽ എന്റെ ഭാര്യ സന്താനങ്ങളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയാൽ, കാർഷിക വൃത്തിക്ക് വേണ്ടി എന്റെ കൃഷിയിടത്തിലേക്ക് കടന്നു പോയാൽ, മദീന മുനവ്വറയുടെ മണലാരണ്യത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞു പോയൊരു വാതിന്റെ അംശം പോലും എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാറില്ല നബിയേ. അതുകൊണ്ടാണ് നാഫഖ ഹംറ യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, അങ്ങനെ മുനാഫിഖായി പോയി എന്ന് അങ്ങയോട് ഞാൻ പറയാനുണ്ടായ കാരണം അത് മാത്രമാണ് എന്ന് ഒരു സഹാബി മറുപടി പറയുകയാണ്. ആഗ് ഹേ നമ്രൂദ് ഹേ ഔലാദ ഇബ്രാഹിം ഹേ, क्या किसी को किसी पर इम्तिहान मकसूद है,
ആഗ്ഹേ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് തീയിനെ കാണാൻ സാധ്യമാണ്. ഔലാദ ഇബ്രാഹിം ഹേ നംറൂദ് ഹേ, ആ തീയിന്റെ അഗ്നിഗോളത്തിന്റെ ഉപാസകനായ നമ്രൂദിനെയും നിങ്ങൾക്ക് കാണാം. ആരാണ് അഗ്നിഗോളത്തെ തയ്യാറാക്കിയിരിക്കുന്നത്? ഇബ്രാഹിം പ്രവാചകനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ പിശാചുമായിട്ട് കോർഡിനേഷൻ നടത്തിയിട്ട് ഇബ്ലീസുൽ ലഈൻ കടന്നു വന്നിട്ട് നമ്രൂദിനോട് പറയുകയാണ്. നമ്രൂദാണ് അന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദുഷ്ടനായ ശത്രു. ആ ശത്രുവിന്റെ അടുക്കലേക്ക് ഇബ്ലീസ് കടന്നുപോയിട്ട് പ്രഖ്യാപനം നടത്തിപ്പോയി, നമ്രൂദ് നമുക്കൊരു തീക്കുണ്ടാരം ഒരുക്കാം. ആ തീക്കുണ്ടാരത്തിലേക്ക് ഒരു ചവണ വെച്ചിട്ട് ഇബ്രാഹിം പ്രവാചകനെ വലിച്ചെറിയാം. അവിടെ വഞ്ഞ് കരിഞ്ഞു പോവട്ടെ, അവിടെ ചാമ്പരായി പോവട്ടെ. അഗ്നിഗോളത്തിലേക്ക് ഇബ്രാഹിമിനെ എടുത്തെറിയപ്പെടുന്നതോടുകൂടെ ഇബ്രാഹിം ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാവുകയാണ്. ഇബ്രാഹിം ചാരമാവുകയാണ്. ഇബ്രാഹിം ഭസ്മമാവുകയാണ്. ആ ചരിത്ര സംഭവത്തിന്റെ ഇതിഹാസ തുല്യമായ വീരേതിഹാസത്തിന്റെ ഏടുകളിലേക്ക് മനുഷ്യനെ പലായനം ചെയ്തു കൊണ്ടുപോകാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രവാചക പ്രേമത്തിന്റെ സംഗീതത്തിന്റെ ഉത്തരേന്ത്യയുടെ പൂങ്കുയിലായ അലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കവിത പാടിപ്പോയി. ആഗ് ഹേ നമ്രൂദ് ഹേ, നിങ്ങൾക്കൊരു ഭാഗത്ത് തീയിനെ കാണാൻ സാധ്യമാണ്. ആ തീയിന്റെ ഉപാസകനായ അതിന്റെ നിർമ്മാതാവായ നമ്രൂദിനെയും അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമാണ്. ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നതോ ഔലാദ ഇബ്രാഹിം ഹേ, ഇബ്രാഹിം നബിയുടെ മക്കളെയാണ്, ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ക്യാ കിസി കോ കിസി പർ ഇംതിഹാൻ മഖ്സൂദ് ഹേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെയെങ്കിലും പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇബ്രാഹീമിന്റെ ധീരമായ പടയോട്ടം നടത്തുന്ന അലൈഹിസ്സലാത്തു വസ്സലാം ആ മക്കളുണ്ട് ഇവിടെ എന്ന് പറയാൻ അലാമ ഇഖ്ബാൽ തന്റെ പടവാള് പോലെയുള്ള കവിതാശകലങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. വിശ്വാസം ഹൃദയത്തിലേക്ക് കുടിയിരിക്കണം. വിശ്വാസം ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങണം. പല സഹാബിമാരെയും മാറ്റിമറിച്ചതും ആ ഘടകമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഇപ്പൊ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്, എപ്പോ വിളിച്ചാലും പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം ഹി ഈസ് ബിസി എന്ന് നമ്മളെ മൊബൈലിൽ നിന്ന് കമാൻഡ് കേൾക്കുകയാണ്. ആർക്കാ ഒഴിവുള്ളത്? എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലാണ്. ഒരാൾക്ക് പോലും മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു വീട്ടിലെ ഉമ്മാന്റെ 5 മക്കളെ നിങ്ങൾ സോഫാ സെറ്റിൽ പോയിരിക്കുമ്പോ 5 പേരും 5 ലോകത്തായ പുതിയ ലോകത്തിന്റെ അവസ്ഥാവിശേഷം. ഒരുത്തം പറയും ഞാൻ വാട്സപ്പിലാണ്, അടുത്ത ആള് പറയാണ് ഞാൻ ഫേസ്ബുക്കിലാണ്, മറ്റവൻ ട്വിറ്ററിലാണ്, മറ്റവൻ സോഷ്യൽ മീഡിയയുടെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിലാണ്, ഒരാൾ യൂട്യൂബിലാണ്. ഓരോരുത്തർ ഓരോ മേഖലകളിലേക്ക് പര്യവേക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടുപോയ മാതാവിനെ കാണാൻ ഇവിടെ ആളില്ല. ഏകാന്ത പതികനായ പിതാവിനെ കാണാൻ ഇവിടെ ആളില്ല. പാവപ്പെട്ടവന്റെ വിഷമത്തിന്റെ രോദനം കേൾക്കാൻ നമ്മുടെ ചെവികൾക്ക് ശക്തിയില്ല. പിന്നെന്ത് വിശ്വാസാണ്? അയൽവാസില്ലാതെ ദീനുണ്ടോ? രക്തബന്ധമില്ലാതെ ദീനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി കൊണ്ടിരിക്കുന്ന കോടതി ഉണ്ടെങ്കിൽ കുടുംബ കോടതിയാണ്. വേറെ എല്ലാ കോടതികളിലും മനുഷ്യന് സമാധാനം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മനുഷ്യന് പരിഹാരം നിർദ്ദേശിക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഫയലുകൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു കോടതിയുണ്ടെങ്കിൽ അത് കുടുംബ കോടതിയാണ്. ഫാമിലി കോർട്ടുകൾ ഇത്രയും സജീവമാകാനുള്ള കാരണം എന്ത്? There is no mutual understanding, no mutual love. ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ഇടയിൽ നിന്ന് എടുത്തുപോയിരിക്കുകയാണ്. പുതിയ നൂറ്റാണ്ട് അഭ്യസ്ത വിദ്യരുടെ നൂറ്റാണ്ടാണ്. ഈ വിദ്യാഭ്യാസത്തിന് ജനങ്ങളെ മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സംസ്കാരം കാണാൻ സാധിക്കേണ്ടത് ഇന്നാണ്. വിദ്യാഭ്യാസത്തിന് എന്തേ കുറവുണ്ടോ നമ്മുടെ നാട്ടില്? മുട്ടിന് സ്ഥാപനങ്ങളാണ്. കൂണ് മുളച്ചും വരുമ്പോലെ സ്ഥാപനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കാണാൻ. വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയല്ല മനുഷ്യനെ സംസ്കാര ശൂന്യനാക്കുന്നത്, തിരിച്ചറിവിന്റെ കുറവാണ്. അതെവിടെ നിന്ന് കിട്ടും?
സഹാബി, ഏതോ ഒരു സഹാബിയുടെ പയ്യൻ, ചെറിയൊരു ബാലൻ, ഒരു കുസൃതിക്കാരനായ കുഞ്ഞുമോൻ, പരിശുദ്ധ റസൂൽ വീട്ടിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോ സംസാരിക്കാൻ വേണ്ടി കുസൃതിക്കാരനായ ഒരു കുട്ടി ഓടി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ഈ പൂമോനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ആ പൂമോന്റെ ശിരസിൽ കൈ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുപോയി, മോനെ പൈതലേ, നീ ആരുടെ മോനായാലും ശരി, ഒരു റൂമിൽ കടന്നു വരുമ്പോൾ എന്റെ പൊന്നുമോൻ മറന്നുപോയി. ആ കുട്ടി ചോദിച്ചു, എന്താണ് യാ റസൂലല്ലാഹ്? പുന്നാര പൂമോനോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മോനെ, ആയിഷാന്റെ റൂമിൽ ഇരിക്കുന്ന മുഹമ്മദിന്റെ അടുക്കലേക്ക് എന്റെ കൈ പുണരാൻ, എന്റെ കരം ഗ്രഹിക്കാൻ, എന്റെ കൈ പിടിച്ചിട്ട് മുത്തം വെക്കാനും സംസാരിക്കാനും എന്റെ പൂമോന് കടന്നു വരുമ്പോ സലാം പറയാൻ മറന്നുപോയി. അതുകൊണ്ട് തിരിച്ചു പോവണേ പൈതലേ, മടങ്ങി വരണേ കുഞ്ഞുമോനെ, എന്നോട് സലാം പറഞ്ഞിട്ട് റൂമിൽ കയറണേ മോനെ. മഴ നനഞ്ഞ ആട്ടിൻകുട്ടിയെ പോലെ കുട്ടി നടന്നു പോവുകയാണ്. ഭവ്യതയോടുകൂടിയുള്ള ഒരു തിരിച്ചുപോക്ക് ചരിത്രം അവിടെ കാണുകയാണ്. ആ കുട്ടി തന്നെയാണ് പിന്നെ ചരിത്രത്തിന്റെ ഇടനാഴികയിലൂടെ, ആ മണലാരണ്യത്തിലൂടെ ആയിഷ ബീവിയുടെ റൂമിൽ ഇരിക്കുന്ന പരിശുദ്ധ നായകനെ സമീപിക്കാൻ തിരിച്ചു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എത്ര മനോഹരമായ അഭിവാദനമാണ്. ആരുടെ മകനാണ് എന്ന് ചോദിക്കാൻ ഒരുമ്പെടുന്നതിന്റെ മുമ്പ്, ആ കുട്ടിയുടെ രക്തബന്ധം ഏതാണ് എന്ന അന്വേഷണം നടത്തുന്നതിന്റെ മുൻപ്, മോനെ, കുഞ്ഞു പൈതലേ, മുഹമ്മദിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒരു സംസ്കാരത്തെ വാതിലിന്റെ ഉമ്മറപ്പടിയുടെ പുറത്തു നീ മറന്നു വെച്ചു. അത് സലാം പറയലാണ്. അതുകൊണ്ട് തിരിച്ചു പോയിട്ട് മടങ്ങി വാടാ, സലാം പറഞ്ഞിട്ട് തിരിച്ചു വാടാ എന്ന് പറയാൻ ആ കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്തേണ്ട ആവശ്യകത ലോകത്തിന്റെ മനഃശാസ്ത്ര വിദഗ്ധനായ പരിശുദ്ധ റഹ്മത്തുല്ലാനബീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വേണ്ടിട്ടില്ല. ആരോടും ഇവിടെ നിന്നിട്ടും പറയാൻ, അവിടെ പാഠം പഠിപ്പിക്കാൻ, അവിടെ മതത്തിന്റെ താത്വികമായ നിലപാടുകളെ പഠിപ്പിക്കാൻ, ഒരു വിശാല മനസ്കത പ്രകടിപ്പിക്കാൻ ലോകൈക നായകൻ കടന്നു വരികയാണ്. അതാണ് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ആ വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട് എ സർപ്രൈസ്! വളരെ ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് പോലും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അഫ്ളലുൽ ഇൽം, ജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ എഡ്യൂക്കേഷൻ, നോളജ്, ഇതിന്റെ കൂട്ടത്തിൽ മേത്തരം ശക്തിയുള്ള നോളജ് ഇൽമുൽ ഹാൽ, സന്ദർഭത്തിനനുസൃതമായിരിക്കുന്ന ജ്ഞാനമാണ്. സുവോളജി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുവോളജിയിൽ വിഷയത്തിൽ ഡീപ്പായിട്ട് പഠിച്ച ആളാണ് അവിടുത്തെ ആലിം. കാർഷിക വൃത്തിയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതെങ്കിൽ കർഷകനാണ് അവിടുത്തെ പണ്ഡിതൻ. ഓരോ മേഖലക്കും ഓരോ പാണ്ഡിത്യമാണ്. സന്ദർഭത്തിനനുസൃതമായ ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ ഒന്ന് കയറിയിരിക്കാൻ പറയാൻ ഇന്നത്തെ PhD നേടിയ ആൾക്ക് പോലും കഴിയാതെ പോയ നൂറ്റാണ്ടിന്റെ മുമ്പിൽ 15 കൊല്ലം മുമ്പ് നമ്മുടെ വീടിന്റെ തിണ്ണയിൽ ഒരാൾ വന്നിരുന്നാൽ SSLC പഠിക്കുന്ന പൊന്നുമോന് വന്നിട്ട് ഇരിക്കാൻ പറയുകയാണ്. അവന് കുശലാന്വേഷണങ്ങൾ ചോദിക്കുകയാണ്. രോഗത്തിന്റെ വിവരങ്ങൾ അവൻ അന്വേഷണം നടത്തുകയാണ്. ഈ വന്നിരിക്കുന്നത് എന്റെ ബാപ്പാന്റെ മരിച്ചുപോയ ഉപ്പാന്റെ സുഹൃത്താണ് എന്നുകൂടി അന്നത്തെ SSLC പഠിക്കുന്ന 15 വയസ്സുകാരൻ തിരിച്ചറിഞ്ഞാൽ ഉമ്മാനെ പോയിട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. ഒന്നുകൂടി ആ മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ 15 വയസ്സായ കുഞ്ഞുമോന് കഴിഞ്ഞു. ഒരു 10 കൊല്ലം മുമ്പ് കേരളത്തിന്റെ മടിത്തട്ടിലൂടെ ഇന്ന് അവന്റെ പിന്മുറക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികള് അവർ ഡിഗ്രി നേടി, അവർ PG നേടി, അവർ MPhil നേടി, അവർ PhD നേടി. ഇന്ന് മരിച്ചുപോയൊരു പിതാവിന്റെ സുഹൃത്ത് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ വന്നിട്ടൊന്ന് കോളിംഗ് ബെല്ലടിച്ചാല് ജസ്റ്റ് അവൻ ചെയ്യുന്ന ഒരു പണിയുണ്ട്. വാതിലിന്റെ കൊത്തിയൊന്ന് തുറന്നിട്ട് വാതിൽ ഓപ്പൺ ചെയ്തിട്ട് പറയുകയാണ്, കയറിയിരിക്കി, എന്റെ ബന്ധുക്കൾ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഓഫീസ് റൂമിന്റെ അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് പിന്നാമ്പുറത്തിലൂടെ പുറത്തോട്ട് പോവാൻ ആ വന്നിരിക്കുന്ന മനുഷ്യൻ പിതാവിന്റെ സുഹൃത്താണ് എന്നറിഞ്ഞിട്ട് പോലും ഒന്ന് കുശലാന്വേഷണങ്ങൾ നടത്താൻ ആധുനിക അഭ്യസ്ത വിദ്യനായ യുവാവിന് നേരമില്ല. അവൻ ഫേസ്ബുക്കിലാണ്, അവൻ വാട്സപ്പിലാണ്, അവൻ ഒരുപാട് ഗേൾഫ്രണ്ടുമായിട്ട് ചാറ്റിംഗ് നടത്താൻ സമയം തെരഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം.
പോയിട്ട് കിടക്കുമ്പോ അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, അല്ലാഹുവേ അവന്റെ രണ്ട് ഭാഗങ്ങളിലേക്കും ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ എന്റെ സുഹൃത്താണീ വന്ന് കിടക്കുന്നത്, മുങ്കർ നകീറുമാര് വന്നിട്ട് മൻ റബ്ബുക എന്നിത്യാദി ചോദ്യങ്ങളെ ഉന്നയിക്കുമ്പോ നിർഭയം മറുപടി പറയാൻ എന്റെ സഹൃദയനായ സ്നേഹിതന് കൽപ്പ് കൊടുക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് വരുമോ? ഇല്ല. രക്തബന്ധത്തിന്റെ ഊഷ്മളതയും സൗഹൃദത്തിന്റെ ബോസം ഫ്രണ്ട്ഷിപ്പിന്റെയും ഒക്കെ ഊഷ്മളത നമ്മൾ ഇപ്പൊ അന്വേഷണം നടത്തണം. വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ എടുത്ത് കഴിഞ്ഞു പോയപ്പം നമ്മുടെ എത്ര സുഹൃത്തുക്കളാണ് ഫ്രണ്ട്ഷിപ്പിനെ ആഘോഷാക്കിയത്. മദ്യപിക്കുമ്പോ മഹല്ല് അധികൃതരുടെ കണ്ണിൽ പെടാതെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് തന്റെ സുഹൃത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിലെ സൗഹൃദത്തിന്റെ ആഴമാണ് പുതിയ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന യുവാവ് പോലും അന്വേഷണം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു വലിയ ബന്ധം നടക്കുന്നുണ്ട് അവർക്കിടയിൽ, അല്ലേ? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അവർ പരസ്പര ധാരണയിലാണ്. പക്ഷേ ഈ ധാരണ ദീനിനെ വളർത്താനോ ദീനിനെ തകർക്കാനോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ദീനുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ സത്തയെ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് വിശ്വാസത്തിന്റെ സുഗന്ധം വേരുറച്ചതാകുന്നത്, രൂഢമൂലമാകുന്നത്. ഇവിടെ ഒരു പറ്റം പ്രവർത്തകന്മാരെ അണിനിരന്നിരിക്കുകയാണ്. ശംസുൽ ഉലമ എന്ന് പറയുന്ന ലോകം കണ്ട പ്രതിഭാസജനകമായ ജ്ഞാനത്തിന് കേരളത്തിൽ അസ്ഥിവാരമിട്ടൊരു അപ്പോസ്തലൻ. ഇങ്ങനൊരു മനുഷ്യൻ ചരിത്രത്തിലുണ്ടായിരുന്നോ എന്ന് പുതിയ വിദ്യാർത്ഥി ചോദിക്കുകയാണ്. അതാ പാണ്ഡിത്യത്തിന്റെ ഒരു ആഴമായിരുന്നു. പാദം പാതിഞ്ഞോ പൂവിൽ പന്താവ് കാട്ടി മറിഞ്ഞോരേ, ബഹുമാന്യ ശൈഖുന നേതാവേന്നും ഇൽമിൻ സുഗന്ധ പൂന്തേനാരേ. ബഹുമാനപ്പെട്ട ശൈഖുന ഇന്നും ഓർക്കപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കണം, ബാപ്പയും ഉമ്മയും നൽകിയ പേര് അബൂബക്കർ എന്നാണ്. മാതാപിതാക്കൾ നൽകിയ പേരിനേക്കാൾ ഒരു മനുഷ്യൻ ഓർക്കപ്പെടുന്നത് സമുദായം നൽകിയ പേര് കൊണ്ടാണ്. പാണ്ഡിത്യത്തിന്റെ ഗരിമ ആ മനുഷ്യൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇത് അബൂബക്കർ മാത്രമല്ല, ഇത് ശംസുൽ ഉലമയാണ്. ലോക പണ്ഡിതന്മാർക്കൊരു ജ്യോതിർഗോളമുണ്ടെങ്കിൽ, ലോക പണ്ഡിതന്മാർക്ക് ഒരു സൂര്യപ്രഭയുണ്ടെങ്കിൽ അത് ഈ മനുഷ്യനാണ് എന്ന് പറയാൻ അറബ് പണ്ഡിതന്മാര് മുന്നോട്ട് വരികയാണ്. അറബികളാണ് ശംസുൽ ഉലമായി തങ്ങൾക്ക് ശംസുൽ ഉലമ എന്ന പേര് കൊടുത്തത്. ആ മഹാപ്രതിഭാസം ഇപ്പോഴും നമ്മുടെ പുതിയ ഇളം തലമുറയിൽപ്പെട്ട കുട്ടികള് ശംസുലമന്റെ ഹിസ്റ്ററി പഠിച്ച കുട്ടികളാണെങ്കിൽ, ആ മഹാനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ബയോഗ്രഫി പഠിച്ച ആളുകളാണെങ്കിൽ എന്തായാലും അവർ ചോദിച്ചു പോകും, ആ മനുഷ്യനെ കണ്ടവർ എത്ര ഭാഗ്യം ചെയ്ത കണ്ണിന്റെ ഉടമകൾ. കാരണം അതൊക്കെ നൂറ്റാണ്ടിൽ ഒന്നേ ഉണ്ടാകുള്ളൂ. വെരി റയർ, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ചില പ്രതിഭാസങ്ങളാണ്. നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു മാതാവ് ജന്മം നൽകുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ശിഹാബ് തങ്ങളെപ്പോലെ, ശംസുൽ ഉലമയെപ്പോലെ അവർ ലോകത്തിന്റെ അസ്തിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്നേഹത്തിന്റെ സുഗന്ധങ്ങളാവുകയാണ്. അവർ ലോകത്ത് പ്രകാശം പരത്തുകയാണ്. അവർക്ക് പ്രതിപക്ഷമില്ല. അവരെല്ലാം അവരുടെ അനുയായികളാണ്. ഒരു മന്ദസ്മിതം മതി ലോകത്തൊരു വസന്തം സൃഷ്ടിക്കാൻ എന്ന് കൊടപ്പനക്കല തറവാട്ടിന്റെ അഷ്ടഭുജമേശയുടെ സൈഡിൽ ഇരുന്നിട്ട് ഒരു മന്ദസ്മിതം തൂകുന്ന മന്ദമാരുതൻ മുത്ത് ശിഹാബ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശിഹാബ് തങ്ങളും ശംസുൽ ഉലമയും തമ്മിലുണ്ടായിരുന്ന ഒരു തയ്യപ്പുണ്ട് ദീനിന്റെ വിഷയത്തിൽ. ആ മഹത്തുക്കളായ സാത്വികന്മാരാണ് നമ്മുടെ വഴി വെളിച്ചം കുറിച്ചു പോയവര്. അവരാണ് നമ്മുടെ പാതയം തയ്യാറാക്കിയവര്. എന്തിന് ഭയപ്പെടണം എന്റെ ചെറുപ്പക്കാരാ, എന്തിന് പേടിക്കണം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മളെല്ലാം. കാരണം അതൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ ആർജവത്തിലൂടെ ദീനിന്റെ ഏറ്റവും വലിയ ജ്യോതിസുകളായിട്ട് പ്രകാശം പരത്തിയ പൗർണമികളാണ്. അവരെ നമ്മൾ തിരിച്ചറിയണം. കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖ, ഇതൊരു ഹദീസാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ നാഡീ ഞരമ്പുകളും ദാനമാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം തന്നെ എത്ര പ്രതിഭാസാണ്, വല്ലാത്ത അത്ഭുതമാണ്.
CM ജോർജ് എന്ന് പറയുന്ന ലോകം കണ്ട വിശ്വവിഖ്യാതനായ തത്വശാസ്ത്രജ്ഞൻ മനുഷ്യനെ പറ്റി ഖുർആൻ പറയുന്ന ഒരു ആയത്തിനെ പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽസ്. ആ പുസ്തകത്തിന്റെ പേരാണത്, ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ പുസ്തകത്തിലൂടെ CM ജോർജ് പറയുകയാണ്, മനുഷ്യൻ എത്ര അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. നമ്മളൊക്കെ ഒരൊറ്റ മനുഷ്യ ശരീരത്തിൽ നിന്ന് 7 കഷ്ണം സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ കൊളസ്ട്രോൾ ലഭ്യമാണ്. നമ്മുടെയൊക്കെ ഒറ്റ ശരീരത്തിൽ നിന്ന്, ഒരാളുടെ തന്നെ ശരീരത്തിൽ നിന്ന് 9,000 പെൻസിൽ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ ലഭ്യമാണ്. നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരു കോഴിക്കോടിന് വെള്ള പൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ് ലഭ്യമാണ്. അല്ലാഹുവേ, നീയല്ലയോ അത്ഭുതങ്ങളുടെ സൃഷ്ടികർത്താവായ തമ്പുരാൻ. അതേ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു ഇരുമ്പിന്റെ ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം ലഭ്യമാണ്. അതേ മനുഷ്യ ശരീരത്തിൽ നിന്ന് 25,000 തീപ്പെട്ടിക്കൊള്ളിക്ക് മരുന്ന് നിർമ്മിക്കാൻ, കത്താൻ ഉപയോഗപ്പെടുത്തുന്ന മരുന്ന് നിർമ്മിക്കാൻ ആവശ്യമായ ഫോസ്ഫറസ് ലഭ്യമാണ്. അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്തുനിന്ന് 10 ഗാലൻ വെള്ളം, അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് തന്നെ അല്പം സൾഫർ, അല്പം മഗ്നീഷ്യം, ഇതെല്ലാം ഒരുമിച്ചുകൂടിയ ലോകത്തിന്റെ പിടുത്തം കിട്ടാത്ത പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് അള്ളാഹു നമ്മളെപ്പറ്റി പരിചയപ്പെടുത്തിയ സൂക്തത്തിലേക്ക് ചിന്തോദ്ദീപകമായ വരികളിലൂടെ പലായനം ചെയ്ത് ലോകം ശ്രദ്ധിക്കപ്പെട്ട അന്യമതസ്ഥനായ ബുദ്ധിജീവി CM ജോർജ് എന്ന് പറയുന്ന തത്വശാസ്ത്രജ്ഞൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അറഫ നഫ്സ, ആരാണ് സ്വന്തം ശരീരത്തെപ്പറ്റി പഠിച്ചവൻ, ഫഖദ് അറഫ റബ്ബ, അവൻ റബ്ബിനെ പഠിച്ചിരിക്കുകയാണ്. അള്ളാനെ പഠിക്കണമെങ്കിൽ സ്വന്തം ശരീരത്തെ പഠിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച്, ഒരു ടൈം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതിന്റെ വാലിഡിറ്റി പറയാൻ കഴിയും. വാലിഡിറ്റി പറയാൻ കഴിയും എന്ന് മാത്രമല്ല, അതിന്റെ പ്രവർത്തനക്ഷമത, അത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, അത് എവിടെ വർക്കൗട്ട് ചെയ്യണം, ഇതിനെപ്പറ്റിയെല്ലാം ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഏത് മെഷീനറിയും ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്തൊരു മെഷീൻ ഉണ്ടെങ്കിൽ അത് ഓൺലി മനുഷ്യനാണ്, ഹ്യൂമൻ ബീയിങ്. നമ്മൾ നിർമ്മിച്ച ഫാനിന് 2 കൊല്ലത്തെ ഗ്യാരണ്ടി. നമ്മൾ ജോൺ കൂപ്പർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് മൊബൈൽ ഫോണിന്റെ ഇൻവെൻഷൻ നടത്തിയ ഫാദർ. അദ്ദേഹം നിർമ്മിച്ച മൊബൈൽ ഫോണിന് 5 വർഷം വരെ ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. വാഷ് മെഷീൻ, റെഫ്രിജറേറ്റർ, മനുഷ്യനിർമ്മിതമായിരിക്കുന്ന സകലമായ യന്ത്ര സംവിധാനങ്ങൾക്കും വർഷങ്ങളുടെ ഗ്യാരണ്ടി. എന്നാൽ ഈ ഗ്യാരണ്ടി നൽകപ്പെട്ട മെഷീനറി സംവിധാനങ്ങളുടെ നിർമ്മാതാവായ മനുഷ്യന് മില്ലി സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ അവന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ പത്രമില്ല. അതാണ് മനുഷ്യൻ. മരിച്ചിടും ജനിച്ചമർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം ഭരിച്ചിടുന്നതാണോ മർത്യനുള്ള മേന്മയോർക്കമേ. സമർത്ഥനെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർക്കൊടുക്കമെന്ത് സംഭവിച്ചു കേട്ട കേൾവിയില്ലയോ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ലോകം കണ്ട ഏറ്റവും വലിയ ഉത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാർ ലോകത്തിലൂടെ മറഞ്ഞുപോയിട്ടുണ്ട്. അയലാൻ കുരുതി പോയ വഴിയെ, ചെറുവാഞ്ചേരിയിലെ ആരിഫ പോയ വഴിയെ, പാലക്കാട്ട് സ്വദേശിയായിരിക്കുന്ന മുഅ്മിന പരിശുദ്ധ കഅബാലയത്തിന്റെ മത്താഫിന്റെ ഉമ്മറത്ത് കിടന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. എത്ര ഭാഗ്യം ചെയ്ത പെണ്ണാണ് നമ്മുടെ മുഅ്മിന, കേരളക്കാരിയായ മുഅ്മിന, പാലക്കാട്ടുകാരിയായ 30 വയസ്സുകാരി, 3 മക്കളുടെ മാതാവായ മുഅ്മിന. അതൊക്കെ ജീവിതത്തിന്റെ അപൂർവ സൗഭാഗ്യങ്ങളാണ്. മരിച്ചപ്പോഴും ഭാഗ്യം ചെയ്തൊരു മരണം, അതാണ് ജീവിതത്തിന്റെ നിസ്തുല സൗഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മരണം എന്ന് പറയുന്നത്. ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് കടന്നു പോകുക, ഹജ്ജിന്റെ നീയത്തിൽ കടന്നു പോകുക. ഫത്വൽ മഹീൽ കാണാം, അൽ ഇൻതിറാറു ഫി സ്വലാഹ
നിസ്കാരത്തിന് വേണ്ടി ഒരാൾ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി, അവന് നിസ്കാരത്തിൽ ഇരുന്നവനെ പോലെയാണ്. നിസ്കരിച്ച പുണ്യം കിട്ടും എന്നല്ല അതിന്റെ അർത്ഥം. അതിന് അള്ളാഹു കാണുന്നത് അതുപോലെയാണ് ഹജ്ജ് പ്രതീക്ഷിച്ചിട്ട് കടന്നു പോകുന്ന ഹാജി ഹജ്ജിന്റെ മനാസികകളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല എങ്കിലും ശരി, അവന്റെ ഒരുക്കം പോലും ഹജ്ജാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇടയിലാണ് 30 വയസ്സുകാരി 3 മക്കളോട് യാത്ര പറഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, പരിശുദ്ധ കഅബാലയത്തങ്ങനെ തവാഫ് ചെയ്യാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധ അല്ലാഹുവിന്റെ ഭവനത്തെ ആരാധനാലയത്തെ നേരിൽ കാണുകയാണ്. ഏതാണ് നിന്റെ ഖിബില എന്ന് ഖബറിൽ മുൻകർണിക്കീറമാർ ചോദിക്കുമ്പോ കഅബ കണ്ടവനും മറുപടി പറയണം, കഅബ കാണാത്തവനും മറുപടി പറയണം. അൽ കഅബതു ഖിബ്ലതി, എന്റെ ഖിബില പരിശുദ്ധ കഅബയാണ് എന്ന് മറുപടി പറയണം. ആ കഅബാലയത്തെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുമ്പോ വുളൂഇലായിട്ട് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ മഖാം ഇബ്രാഹീമിന്റെ പരിസരത്ത് വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തിയ മഖാം ശത്രുക്കളുടെ ആക്രമണം പറ്റിയിട്ട് രക്തം ചിന്തിപ്പോയ ആ മതാം, ഇബ്രാഹിം നബി നടന്നുപോയ മതാം, പരിശുദ്ധവതിയായ ഹാജറ റളിയല്ലാഹു അൻഹ നടന്നുപോയ മതാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചുറ്റിക്കളിച്ച മതാം. ആ മതാഫിൽ കിടന്നിട്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ മുഅ്മിന ചില്ലറക്കാരിയല്ല. വാപ്പയും ഉമ്മയും വിട്ട പേരിനെ ആ പെൺകുട്ടി അന്വർത്ഥമാക്കിയിരിക്കുകയാണ്. 30 വയസ്സ്. ജീവിതത്തിന്റെ പച്ചപ്പ് ശരിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് അല്ലാഹുവേ, നിന്റെ മലക്കുകളെ കണ്ടിട്ട് നിന്റെ ഭവനത്തിന്റെ മടിത്തട്ടിൽ വെച്ചിട്ട് പിടഞ്ഞു മരിക്കാൻ, അതും എവിടെ രക്തം ചിന്തന. പഠിച്ചോനെ, അതൊക്കെ ജീവിതത്തിന്റെ അനശ്വര സൗഭാഗ്യമാണ്. എന്നിട്ട് പോയി കിടന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിലാണ്, ജന്നത്തുൽ മുഅല്ലയിലാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് അവിടെ കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കേരളീയൻ. ആ മനുഷ്യൻ കിടക്കുന്ന മണ്ണിൽ പോയിട്ട് അഷ്റഫുൽ ഖൽഖ് തിരുമേനിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര, ആയിഷ ബീവിയെ പോലും സ്നേഹിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ ചുവട്ടിൽ 6 അടി മണ്ണിൽ പോയിട്ട് കിടക്കാൻ പാലക്കാട്ടുകാരിയായ ഞങ്ങളുടെ പെങ്ങളെ മുഅ്മിന, നീ ചെയ്ത സൗഭാഗ്യം എന്താണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പിടുത്തം കിട്ടാതെ അന്വേഷിക്കുകയാണ്. അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം. നമ്മൾ ചില സന്ദർഭങ്ങളെ, ചില മരണങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നിപ്പോവും, ഇന്ന് ഞാൻ വരുന്നതും ആരിഫ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരി, എന്റെ സഹൃദയനായ സ്നേഹിതൻ ഈ പരിപാടിയിലേക്കും എന്നെ ക്ഷണിച്ച ഇസ്മായിൽ സാഹിബിന്റെ കൂടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരിഫ എന്ന് പറയുന്ന ദുബായിൽ വെച്ചിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 2 മക്കളെ ഇട്ടേച്ചിട്ട് പ്രിയതമനെ ഇട്ടേച്ച് ആകസ്മികമായ ഹൃദയസ്തംഭനം മൂലം അകാല ചരമം പ്രാപിച്ചു പോയ യുവതിയുടെ വീട്ടിൽ പോയിട്ടാണ് കൽബ് പൊട്ടിപ്പോയി. ആ കുഞ്ഞുമക്കളെ കണ്ടപ്പോ മിനിയാന്ന് ഉമ്മ മരിച്ചുപോയ കുഞ്ഞുമക്കളെ ഇന്ന് ആ വീട്ടിൽ കാണുമ്പോ 6 വയസ്സുകാരനായ കുഞ്ഞുമോന് ചോദിച്ചു പോവുകയാണ്, ഈ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ നിന്ന് എന്റെ ഉമ്മ എപ്പോഴാണ് എണീറ്റ് വരിക എന്ന്. ആലോചിക്കണം നമ്മൾ. ഈ വിധിയിലുള്ള വിശ്വാസമാണ് ദുനിയാവിന്റെ വില കുറക്കുന്നത്. അതാണ്. നിങ്ങൾക്ക് ദുനിയാവിനെ വില കുറച്ച് കാണണോ? ആരിഫയെപ്പറ്റി ചിന്തിക്ക്, മുഅ്മിനയെപ്പറ്റി ചിന്തിക്ക്. ഒന്നും വേണ്ട. സിറിയയിലെ നമ്മുടെ കുഞ്ഞുമോനുണ്ടല്ലോ, ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ വാത്സല്യം തുളുമ്പുന്ന കുസൃതി പയ്യൻ അയലാൻ കുർദി, ആ കുട്ടിയെപ്പറ്റി ചിന്തിക്ക്. പിതാവ് അബ്ദുള്ള കുർദിയുടെ കൂടെ, മാതാവ് റൈഹാനയുടെ കൂടെ 2 വയസ്സ് 35 വയസ്സുകാരൻ ജ്യേഷ്ഠൻ ഗാലിബ് കുർദിയുടെ കൂടെ നമ്മുടെ 3 വയസ്സുകാരൻ അയലാൻ കുർദി കടൽ കടന്നിട്ട് കടന്നു പോവുകയാണ് ഗ്രീസിന്റെ മടിത്തട്ടിലേക്ക്. മനുഷ്യക്കടത്ത് നടത്തുന്ന ആൾക്കാരോട് പിതാവ് പറഞ്ഞു, IS തീവ്രവാദികളുടെ അക്രമത്തിൽ എന്റെ മക്കൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഗ്രീസിലേക്ക് രക്ഷപ്പെടണം. അവരോട് പറഞ്ഞത് തന്നെ യന്ത്രം ഘടിപ്പിച്ച ബോട്ട് കൊണ്ടുവരാനാണ്. ഇവര് കൊണ്ടുവന്നതോ
യന്ത്രമില്ലാത്ത റബ്ബർ ബോട്ട് വെറും പങ്കായം കൊണ്ട് തുഴഞ്ഞിട്ട് എവിടെ എത്താനാ? ആ യന്ത്രമില്ലാത്ത റബ്ബർ ബോട്ടാണ് അർദ്ധരാത്രി സിറിയയുടെ കടൽ തീരത്തെത്തുന്നത്. റബ്ബർ ബോട്ടാണെങ്കിൽ റബ്ബർ ബോട്ട്. IS തീവ്രവാദിയുടെ പിടിമുറുക്കത്തിൽ നിന്ന് എന്റെ കുഞ്ഞുമക്കളും ഭാര്യയും രക്ഷപ്പെടണമെങ്കിൽ പലായനം ചെയ്തേ ശരണമുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് 3 വയസ്സുകാരനായ ഐലാനെയും 5 വയസ്സുകാരനായ ഖാലിബിനെയും അവരുടെ മാതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റൈഹാനയെയും ആ ബോട്ടിലേക്ക് കയറ്റുകയാണ്. 13 ആളുകളാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട 13 ആളുകളെയും കൊണ്ട് പായപ്പക്കപ്പൽ പോകുമ്പോൾ ഒരു റബ്ബർ ബോട്ട് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിമാലയ സാനുക്കളെ പോലെയുള്ള സാഗരത്തിന്റെ മോജകളെ അലമാലകളെ ചീറിക്കുതിച്ചിട്ട് കടന്നു പോകുന്നതിന്റെ ഇടയിൽ രാത്രി 12 മണിക്കും കുഞ്ഞുമോൻ ഉറങ്ങുകയാണ്. അതിലുള്ള കമ്പിടി വിരിപ്പ് പുതച്ചിട്ട് ഉറങ്ങുകയാണ്. 12:30 ആയപ്പോഴേക്ക് ബോട്ട് മറിഞ്ഞു. ഉറക്കിൽ നിന്നാണ് മോനെ പിടിക്കുന്നത് ഒരു വാപ്പ ആലോചിച്ചു. ഒരു കയ്യില് ഖാലിബ്, ഒരു കയ്യില് 3 വയസ്സുള്ള ഐലാൻ. റൈഹാന എന്ന് പറയുന്ന ഭാര്യ അപ്പുറത്ത് മുങ്ങി താഴാൻ പോവാണ്. അടുത്ത ബോട്ടിലേക്ക് മക്കളെ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഇടയിൽ കടലിന്റെ നടുത്തളത്തിൽ വെച്ച് ഒരു പിതാവിന്റെ കയ്യിൽ നിന്ന് 2 ബുധനാഴ്ചകൾക്ക് അല്ലെങ്കിൽ 3 ആഴ്ചകൾക്ക് മുൻപ് ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രി 12:30 മണിക്ക് 2 മക്കള് കടലിന്റെ മടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്ന രംഗം ആലോചിക്കണം. പിറ്റേ ദിവസം ബുധനാഴ്ച പ്രഭാത സമയത്ത് 6 മണിക്ക് നമ്മുടെ ഐലാൻ കുർദിയുടെ മൃതദേഹം, ഭൗതിക ശരീരം, ആ 3 വയസ്സുകാരന്റെ മയ്യത്ത് സിറിയയുടെ കടപ്പുറത്ത് പൊങ്ങുകയാണ്. ആ കടത്തം നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ആരെ പഠിപ്പിക്കാനാണ്? പല ആളുകളും ചോദിച്ചുപോയി, അല്ലാഹുവേ, ആ കുഞ്ഞുമോനെ നീ അങ്ങനെ പിടിച്ചുകൊണ്ടു പോവുകയാണെങ്കിൽ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് കൊടുത്തുകൂടായിരുന്നോ തമ്പുരാനെ? എന്തിനാണ് ലോകമനസാക്ഷിയെ വേദനിപ്പിക്കുമാറ് കടപ്പുറത്ത് മൂക്ക് കുത്തിയിട്ട് മണലിൽ കമിഴ്ന്നു കിടക്കുന്ന കുഞ്ഞുമോന്റെ രൂപത്തെ നീ ഞങ്ങളെ കാണിപ്പിച്ചത് തമ്പുരാനെ? നീലോഫർ എന്ന് പറയുന്ന 30 വയസ്സുള്ള മാധ്യമ പ്രവർത്തകയാണ് ആദ്യം ഈ കുട്ടിയുടെ മയ്യത്ത് കാണുന്നത്. ആ പെണ്ണ് പറഞ്ഞു, ക്യാമറ പിടിച്ച യൂറോപ്യൻകാരിയായ പെണ്ണ് പറഞ്ഞു, ക്യാമറ പിടിച്ച എന്റെ കൈയൊന്ന് വിറച്ചു, പക്ഷേ ഇത് എടുത്തേ തീരൂ. യൂറോപ്യൻ പാഠം പഠിക്കണമെങ്കിൽ ഈ ഫോട്ടോ എടുത്തേ തീരൂ. ഞാനതെടുത്തു. ഇംഗ്ലീഷ് പത്രം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പത്രം 1-ാമത്തെ പേജിൽ ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ട് ശീർഷകം കൊടുത്തതെന്താണ്? എന്താ അവർ ഹെഡിങ് കൊടുത്തത്? ഈ ഫോട്ടോക്കും പാവപ്പെട്ട അഭയാർത്ഥിയോടുള്ള യൂറോപ്യന്റെ മനോഭാവത്തെ മാറ്റാൻ കഴിയൂല എങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്? ഇപ്പൊ എന്തൊക്കെയുണ്ടായി? ആ കുഞ്ഞുമോന്റെ മയ്യത്ത് ഇവിടെ കിടക്കുന്ന രംഗം ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോ ഈജിപ്തിൽ ഒരു കോടീശ്വരനായ കോടീശ്വരൻ ശതകോടീശ്വരൻ എന്ന് വന്നിട്ട് ഒരു ദ്വീപ് തന്നെ ഞാൻ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്, പാവപ്പെട്ട അഭയാർത്ഥികളുടെ ഒരു രാജ്യമാക്കി മാറ്റാൻ ഒരു ദ്വീപ് തന്നെ ഞാൻ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഒരാൾ കടന്നു വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല ആളുകളും അവരുടെ സമീപനങ്ങളിൽ അയവ് വെക്കണം. ഇപ്പോഴും മനുഷ്യനെ കാണാൻ കണ്ടിട്ടില്ല. മിനിയാന്ന് എന്താ സംഭവിച്ചത്? വാഷിംഗ്ടണില് നമ്മുടെ ബറാക്ക് ഒബാമന്റെ സ്വന്തം മൂക്കിന്റെ ചോട്ടിൽ എന്താ സംഭവിച്ചത്? അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, ചെറിയൊരു ഭൂമോൻ, സ്കൂളിലേക്ക് സയൻസിൽ നല്ല ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി സയൻസ് വിഷയങ്ങളിൽ വളരെ ടൈറ്റുള്ള കുട്ടിയാണ്. ഈ കുട്ടി സയൻസിൽ വളരെ തൽപരനായിട്ട് വീട്ടിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കൈകൊണ്ട് നിർമ്മിക്കുകയാണ്. ആ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കൂട്ടിച്ചേർത്ത് വൈറ് സംവിധാനത്തോടുകൂടി ഒരു ബാറ്ററി ഘടിപ്പിച്ചിട്ട് ക്ലോക്കാക്കി മാറ്റുകയാണ്. സ്വന്തം കരവിരുതുകളിലൂടെ നമ്മുടെ നാട്ടിലെ കുടിൽ വ്യവസായം പപ്പട നിർമ്മാണമാണെങ്കിൽ അമേരിക്കയുടെ വാഷിംഗ്ടണിന്റെ മടിത്തട്ടിൽ ഇസ്ലാമിന്റെ അനുയായിയുടെ പൊന്നുമോൻ അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന 14 വയസ്സുകാരൻ ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ യന്ത്ര സംവിധാനം കൊണ്ട് നിർമ്മിച്ച് ക്ലോക്കാക്കി മാറ്റുകയാണ്. ആ ായിട്ട് ക്ലാസ് ടീച്ചറെ കാണിക്കാൻ സന്തോഷത്തോടുകൂടെ ഈ 16-കാരൻ 3 ദിവസം മുമ്പ് വാഷിംഗ്ടണിലെ സ്കൂളിലേക്ക് കടന്നുപോയത് നിങ്ങൾ കണ്ടില്ലേ? സ്കൂൾ ടീച്ചർ പിടികൂടി. അന്യമതസ്ഥയാണ്. സ്കൂൾ ടീച്ചർ പറഞ്ഞു, മുഹമ്മദ് അല്ലേ, അപ്പൊ നിന്റെ കയ്യിലുള്ള സാധനം മിക്കവാറും ടൈം ബോംബാവും. ഇങ്ങനുണ്ട്.
ഒരു ക്ലോക്ക് എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ടീച്ചർ ഒരു കുട്ടിയെ കാണാനുള്ള കാഴ്ചപ്പാടിൽ നിന്ന് എത്ര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു ഒരു ചെറിയല്. പണ്ട് നമ്മളെ ക്ലാസ് റൂമിൽ വന്നിട്ട് ശിവാനന്ദൻ മാഷും ലക്ഷ്മിക്കുട്ടി ടീച്ചറും നമ്മളെ പഠിപ്പിച്ചത് കോപ്പി എഴുതാൻ വേണ്ടിയിട്ട് വരുമ്പോ ഇംഗ്ലീഷ് കോപ്പി ഇങ്ങനെ കുട്ടി പെൻസിൽ പിടിച്ചിട്ട് എഴുതുമ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം നമ്മളതിലെ അധികം നിശാന്തൻ മാഷാണ്. ആ മാഷയുടെ മതം നോക്കാനും DNA ടെസ്റ്റ് നടത്താനും ഒരു കമ്മിറ്റിക്കാരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ശിവാനന്ദ മാഷയുടെ മതമല്ല ഞങ്ങൾക്ക് പ്രശ്നം, അദ്ദേഹം ഒരു ടീച്ചറാണ്. ആ ശിവാനന്ദൻ മാഷ് മാപ്പിളയുടെ പൊന്നുമോനെ ഇംഗ്ലീഷ് കോപ്പി റൈറ്റിംഗ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ ആ കുട്ടി ഇങ്ങനെ കോപ്പി എഴുതിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ വിരലങ്ങട്ട് പിടിച്ചു. യു സ്റ്റാൻഡ് അപ്പ്. എന്താടാ നിന്റെ കൈയിന്റെ വിരലിന്റെ നഖം മുഴുവൻ വളർന്നു വന്നിട്ടുണ്ടല്ലോ, നാളെ നഖം മുറിക്കാതെ ക്ലാസ്സിൽ ഞാൻ കിട്ടൂല. ഇംഗ്ലീഷ് കോപ്പി റൈറ്റിംഗിന്റെ കൂടെ പാസ്റ്റ് ടെൻസിനെ ഫ്യൂച്ചർ ടെൻസ് ആക്കാനുള്ള അധ്യായം പഠിപ്പിക്കുന്നതിന്റെ കൂടെ സംസ്ഥാന സർക്കാർ എഴുതി ചേർക്കാത്തൊരു അധ്യായം ശിവാനന്ദൻ മാഷ് ക്ലാസ് റൂമിൽ വെച്ച് എഴുതി ചേർത്തു. അത് നഖം മുറിക്കലാണ്. അത് മദ്രസയിൽ വെച്ചിട്ടൊരു കുട്ടിക്ക് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കൾച്ചറിനെ 4ാം ക്ലാസ് റൂമിൽ വെച്ച് അന്യമതസ്ഥനായ ശിവാനന്ദൻ മാഷ് ഇസ്ലാമിന്റെ അനുയായിയുടെ പൊന്നുമോന് പഠിപ്പിച്ചു കൊടുത്തു. ആ ഒരു സൗഹൃദത്തെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്ടിന്റെ പിന്നക്കടത്തിണ്ണയിൽ പോയിട്ട് വീട്ടുപടിക്കൽ പോയിട്ട് ആമിനത്താത്ത കഞ്ഞി കുടിച്ചത്, ആമിനത്താത്ത ഉമ്മപ്പടിയിൽ വന്നിട്ട് ലക്ഷ്മിക്കുട്ടി അമ്മ കുമ്പിളിൽ കഞ്ഞിവെള്ളം കോരി കുടിച്ചത് കേരളത്തിന്റെ പഴയകാല കമ്മ്യൂണൽ ഹാർമണിയുടെ ചിത്രങ്ങളാണ് എന്ന് മറന്നുപോവാൻ പാടില്ല. അതിന്റെ ഇടയിലാണ് വേദനയുടെ ഒരു വാർത്ത മിനിയാണ് നമ്മൾ കേട്ടത്. അമേരിക്കയുടെ വാഷിംഗ്ടണിൽ ബറാക് ഒബാമയുടെ മൂക്കിന്റെ ചുവട്ടിൽ 14 വയസ്സുകാരനായ അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ക്ലോക്ക് നിർമ്മിച്ചു വന്നപ്പോ ഘടികാരം ശബ്ദം മുഴക്കുന്നത് കേട്ടപ്പോ ഈ കുട്ടിയുടെ പേര് നോക്കിയിട്ട് പോലീസിനെ വിളിക്കാൻ സ്കൂൾ അധികൃതരായ സ്വന്തം ക്ലാസ് ടീച്ചർമാർ തയ്യാറാവുകയാണ്. ഘടികാരം അലാറം മുഴക്കിയപ്പോ പോലീസ് ഇവന്റെ പേര് മാത്രമാണ് നോക്കിയത്. അപ്പോഴേക്ക് സ്കൂൾ അധികൃതർ ഒരു 14 വയസ്സുകാരന്റെ മുമ്പിലേക്ക് പോലീസിനെ കൊണ്ടുവന്നു. ചിത്രങ്ങൾ വീഡിയോയിൽ നിന്ന് വൈറലാണ്. ഈ കുട്ടിയുടെ 2 കൈയും പിടിച്ചിട്ട് പിന്നിലേക്ക് കൂച്ചു വിലങ്ങിടുകയാണ്, കയ്യാമം വെക്കുകയാണ്. എന്നിട്ട് ഇവന്റെ പെരടി പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കയ്യാമം സ്റ്റേഷനിൽ നിന്നെടുത്തപ്പോ കൈ റിലാക്സായി. കുട്ടി 2 കൈയും കൂപ്പിയിട്ട് പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ക്ലോക്ക് നിർമ്മിച്ചതാണ്. നാളെ വന്നാണ്ട് പഠനം നടത്തിയതിന് ശേഷമാണ് ഈ കുട്ടി നിർമ്മിച്ചത് ക്ലോക്കാണ് എന്ന് പുറത്ത് പറഞ്ഞത്. ഇന്നലെ ബറാക് ഒബാമ വൈറ്റ് ഹൌസിലേക്ക് ഇവനെ ക്ഷണിച്ചു. ഫേസ്ബുക്കിന്റെ അധികാരി ലോകമാധ്യമങ്ങൾ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? വളരാൻ പോലും അനുഭവിക്കാതെ വെറും മുദ്ര കുത്തപ്പെടുന്ന ഒരു തലമുറയായി മാറണോ? അതുകൊണ്ടാകണം ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത് അറബിക് സർവകലാശാല വന്നാൽ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്ത് വർഗീയ ധ്രുവീകരണ നമ്മുടെ നാട്ടിൽ ഒരു അറബിക് സർവകലാശാല കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്? മലബാറിലെ മാപ്പിള കൊണ്ടുവരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രവാസലോക ജീവിതത്തിലൂടെ ബെനിഫിറ്റ് വാങ്ങുന്നത് ഈ പുതിയ കണക്കെടുപ്പാണ്. തെക്കൻ ഭാഗത്തുള്ള ചീഫ് സെക്രട്ടറിയുടെ മതസ്ഥനാണ്. എവിടുന്ന്? അറബ് നാട്ടിൽ നിന്ന്, GCC കൺട്രീസിൽ നിന്ന്. അറബ് പഠിച്ചത് കൊണ്ട് ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാ മതക്കാരനും അവിടെ ജോലിയുണ്ട്, ലക്ഷങ്ങൾ സാലറി പറ്റുന്നുണ്ട്. വൈറ്റ് കോളർ ജോബ്, ശീതീകരിച്ച റൂമിൽ ഇരുന്നിട്ട് നല്ല വൈറ്റ് കോളർ ജോബ് ചെയ്യാൻ തെക്കൻ ഭാഗത്തുള്ള അന്യമതസ്ഥന് പോലും അറബ് നാട്ടിൽ ശക്തി കൊടുത്തത് അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി ട്രാൻസ്ലേഷൻ എബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ്. എന്നിട്ട് ഇവര് നാട്ടിൽ വന്നാണ്ട് പറയാം അറബിക് സർവകലാശാല വേണ്ടാന്ന്. ആരാന്റെ ഊരയിൽ കൂര വെച്ച് പാർക്കുന്നൊരു വിഭാഗമായിട്ട് ഈ ഉമ്മത്തിച്ചുകൂടാ. നമ്മൾ തിരിച്ചറിയണം എത്ര വലിയ സംഭാവനയാണ് അറബി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്. അറബി മലയാളം തന്നെ നമ്മുടെ ഉമ്മമാരൊക്കെ ഹദ്ദാദും റാത്തീബും ദിക്റും ചൊല്ലിപ്പടിച്ച് എങ്ങനെയാ? മജിസുന്നൂർ വന്നത് കൊണ്ട് അതൊക്കെ തിരിച്ചു വന്നു. അൽഹംദുലില്ലാഹ്. ദണ്ണം ബബാവാ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളുടെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം
ഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറപ്പന. മലപ്പുറം ജില്ലയിൽ മജ്‌ലിസുന്നൂർ ഇങ്ങനെ അരങ്ങ് തകർത്തപ്പോ MBAക്ക് പഠിക്കുന്ന പ്രൊഫഷണൽ ജോലിക്കാരനായ കുട്ടി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കുട്ടി, ബിടെക്കുകാരിയായ വിദ്യാർത്ഥി, ബികോമും BA ബിരുദധാരികളായ വിദ്യാർത്ഥികൾ, അന്ന് ഒന്നും തിരിയാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവന്റെ വല്യപ്പ 10 കൊല്ലം മുമ്പ് വീട്ടിന്റെ ഓരോ ഇരിപ്പിടങ്ങളിൽ വെച്ചിട്ട് പാടി പതിഞ്ഞുപോയ ആ മാലയുടെ ബൈത്തിനെ ആരാണ് ഇന്ന് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? വലിയ അഭ്യസ്ത വിദ്യനായ വിദ്യാർത്ഥിയാണ്. എന്റെ അൽഹംദുലില്ലാഹ് ആ ഒരു വിശ്വാസത്തിന്റെ സുഗന്ധം മജ്‌ലിസുന്നൂറിലൂടെ നമ്മുടെ സമുദായത്തിന് കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു ഇസ്സത്തിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് കറാമത്ത് മജ്‌ലിസുന്നൂർ ലോക ചരിത്രത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസീസാജി ഗൾഫിൽ വന്നപ്പോൾ കണ്ടു, ഞാൻ പോയത് വന്നിട്ട് അവിടെ ഉണ്ട്. മജ്‌ലിസുന്നൂർ, നമ്മളെ നാട്ടിലെ മജ്‌ലിസുന്നൂറിന്റെ ജവാബ് ചെല്ലണമെങ്കിലും ബൈത്ത് ചെല്ലണമെങ്കിലും ഏട് വിതരണം ചെയ്യണം. കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗൾഫുകാരായ പ്രവാസികൾ അവരുടെ വലിയ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് മജ്‌ലിസുന്നൂർ സംഘടിപ്പിച്ചതിൽ വിനീതനായ ഞാൻ പലപ്പോഴും പങ്കെടുത്തതാണ്. ഓരോ പ്രവാസിയും ആവേശത്തോടുകൂടെ അതിനെ എത്തി ചെല്ലുന്നത് കണ്ടപ്പോ ഇതിനേക്കാൾ 10 മടങ്ങ് ആവേശം ആരാണ് തമ്പുരാനെ കടലിന്റെ അക്കരയ്ക്ക് കൊടുത്തത് എന്ന് അറിയാതെ ചിന്തിച്ചുപോയി. ഇതിന്റെയൊക്കെ പിന്നില് ഒരു ഈമാനികമായ സുഗന്ധം നമ്മുടെ സമുദായത്തിനുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ കാര്യങ്ങളിൽ നടത്തേണ്ട ഡിക്ലറേഷൻ നമ്മൾ നടത്തിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ശബ്ദ നിയന്ത്രണത്തിന്റെ ഒരു പ്രൊക്ലമേഷൻ മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് നടന്നു. അത് കേരളത്തിലെ എത്ര പ്രസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്തു. നിങ്ങൾ ശബ്ദ നിയന്ത്രണം, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വലിയ വലിയ ദിക്റുകളുടെയും സലാത്തിന്റെയും റാത്തിബിന്റെയും ഒക്കെ ശബ്ദങ്ങൾ പുറത്തേക്കിടേണ്ട കാര്യമില്ല. അത് പള്ളിയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കട്ടെ. ബാങ്ക്, അതുപോലെ തന്നെ മരണവാർത്തകൾ വിളിച്ചു പറയുന്നത് മാത്രം നിങ്ങൾ പള്ളിയിലെ ഉച്ചഭാഷണി ഉപയോഗിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും പരിമിതിപ്പെടുത്തുക എന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തിയപ്പോ 2 ധാരാളമാ. ഇന്ത്യയിൽ, കേരളത്തിലല്ല, not only in Kerala but also in every state of India. ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ദിനപത്രമാണ് മലയാള മനോരമ. ആ മലയാള മനോരമയുടെ ഇന്നത്തെ കേരള ക്രൈസ്തവന്റെ ഏറ്റവും വലിയ പരമാധികാരിയായ ഫാദർ, ആ മനുഷ്യൻ ലേഖനം എഴുതിയത് കണ്ടപ്പോ മൂക്കത്ത് വിരലി വെച്ചുപോയി. തങ്ങളെ പേര് പരാമർശിച്ചിട്ടുണ്ട്, സുന്നി മഹല്ല് ഫെഡറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഹല്ല് ഫെഡറേഷന് ഇങ്ങനെ ഒരു വിളംബരം മുഴക്കാൻ ദൈവിക ആഹ്വാനമുണ്ടായോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് എന്ന് മൈത്രോപൊലീത്ത പറയാണ്. അതിന്റെ ഇപ്പുറത്ത് തന്നെ സ്വന്തം ലേഖകൻ, സ്റ്റാഫ് കറസ്പോണ്ടന്റ് എഴുതിയ എഡിറ്റോറിയൽ പേജിലും ഇത് തന്നെയാണ് പരാമർശം. പിന്നെ കേരളത്തിലെ വ്യത്യസ്ത സംഘടനകള്, ഹിന്ദു മഹാസഭ, ദേവസ്വം ബോർഡ്, അങ്ങനെ ഒരുപാട് സഭകള് ഇതിനെപ്പറ്റി പ്രകീർത്തിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. നമ്മൾ ആലോചിക്കണം, അതിലും ഒരു വിശ്വാസത്തിന്റെ സുഗന്ധമുണ്ട്. അതൊന്നും പുറത്ത് പഞ്ചായത്ത് പറയേണ്ടതല്ല, പള്ളി തന്നെ പറയേണ്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ട് ഇസ്ലാം അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് അന്യമതസ്ഥൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലയാളം വാരിക വാങ്ങി. ആ മലയാളത്തിലെ കവർ സ്റ്റോറി തെരുവ് നായ്ക്കളെ കൊല്ലണതിന്റെ ഹുക്കുമ പറയലാണെങ്കിലും ഉള്ളിൽ നോക്കിയപ്പോ ഹമീദ് ചേന്നമംഗല്ലൂരിന്റെ ഒരു ലേഖനം കണ്ടു. അദ്ദേഹവും എന്ത് ചെയ്യുന്നു, അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പുരോഗമനവാദിയാണ്, ഇസ്ലാമിന്റെ ഒരു പേര് നായും കൂട്ടിയാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ഒരു ഇബാദത്തും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്ത് പുരോഗമനമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ പാര വെച്ചിട്ട് ലേഖനം എഴുതാൻ ഇത്തരത്തിലുള്ള പേനയുന്തികള് ക്യാഷ് കൊടുത്തിട്ട് ഇറക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. പുരോഗമനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ആള് അടക്കം ഇന്ന് ഈ പ്രഖ്യാപനത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പേടിക്കുകയാണ്. നമ്മൾ 7 മണി മുതൽ തുടങ്ങി 10 മണിയോടുകൂടെ പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു വിഭാഗം കൂടിയാണ്. എന്റെ സംഘാടകരോടല്ല ഞാൻ പറയുന്നത്, സംഘാടകർക്ക് ഇങ്ങനെ നടത്തണമെങ്കിൽ ഓഡിയൻസ് അങ്ങനെ വരണം, എന്നാലേ സംഘാടകർക്ക് നടത്താൻ കഴിയുള്ളൂ. ഈ 10 മണി എന്നുള്ള നിയമം വെച്ചത് സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരും ഒന്നും മാത്രമല്ല, അത് ഇസ്ലാമിന്റെ കൂടി നിയമമാണ്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ കോടതിന്റെ നിയമമാണ്. ഉച്ചഭാഷിണി അമിതമായ ശബ്ദത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു സൈക്കോളജി
അപ്പൊ നമ്മൾ ഈ പരിസരങ്ങളിലുള്ള മരങ്ങളിലൊക്കെ ഈ ഭൂമിയുടെ അവകാശികളായിക്കൊണ്ടിരിക്കുന്ന പറവകള്, മൃഗങ്ങള്, ഇഴജന്തുക്കള്, മിണ്ടാപ്രാണികളൊക്കെ അവയുടെ സ്വച്ഛന്തമായ ആവാസ വ്യവസ്ഥിതിയിലേക്ക് കടന്നുപോയിട്ട് നല്ല ശയ്യ കൊള്ളുകയാണ്, ഉറങ്ങാൻ. 6 മണിയോടുകൂടെ തഗ്ദൂ ഖിമാസാ വതറൂഹു ബിതാനാ, രാവിലെ വെറുമ്പാഴ്ചയിൽ പിന്നെ ഓടിപ്പോകും. കൃത്യം ഷാർപ്പ് ഏർലി മോർണിംഗിൽ അവ എണീക്കും. വളരെ ഫിക്സ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്നുണ്ടെങ്കിൽ ഒരു നഴ്സറി ക്ലാസ് റൂമിന്റെ വരാന്തയിൽ പോലും കാല് ചവിട്ടാത്ത ഈ പക്ഷിപ്പറവുകളും വന്യജീവികളുമാണ്. എല്ലായിടത്തും വൃത്തിയും ചിട്ടയും ഒക്കെ പഠിപ്പിക്കുന്നവരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പറ്റി മതി. ആ പൂച്ച 1ഉം 2ഉം കൃത്യം നിർവഹിക്കാൻ, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ ആദ്യം പരിസരക്കൊന്ന് പഠിക്കും. ജനങ്ങളുടെ പെരുമാറ്റമില്ലാത്ത ഏതെങ്കിലും തോട്ടത്തിൽ പോയിട്ട് കുഴി വെട്ടുകയാണ്. കുഴി കുഴിച്ചിട്ട് ഏകദേശം പാകത്തിലായിട്ടുണ്ട് എന്ന് കണ്ടാൽ 1ഉം 2ഉം അതിൽ നിർവഹിച്ചിട്ട് പൂച്ച തിരിച്ചു പോരുന്നില്ല. തന്റെ മറുകൈ കൊണ്ട് കുഴി മൂടുകയാണ്. അതിന്റെ കൂടെ തന്റെ നാസാരന്ധ്രം കൊണ്ട് ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് പഠനം നടത്തുകയാണ്. ഉണ്ട് എന്ന് തോന്നിയാൽ വീണ്ടും കുഴി മൂടുകയാണ്. എന്നിട്ടാ പൂച്ച പോകുന്നത്. ആ പൂച്ച എവിടെയും ഒരു സർവകലാശാലയിൽ പോലും പോയിട്ടില്ല. ഇവിടെ സർവകലാശാല പോയിട്ട് അതിന്റെ അപ്പുറം പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആൾക്കാർ പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്താണ്ട് ചിക്കൻ പാർട്സിന്റെ ഈ സാധനങ്ങൾ വേസ്റ്റ് മുഴുവൻ ഗുഡ്സിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നടു റോട്ടിൽ കൊണ്ടുവന്നിട്ട് കൊട്ടുകയാണ്. ഈ ഒരു വ്യത്യാസം അതാണ് ഉലൈക അൻആം. അള്ളാഹു തന്നെ തിരുത്താൻ അവര് മൃഗങ്ങളെ പോലെയാണ്. എന്നിട്ട് പടച്ചറബ് തന്നെ പറഞ്ഞു, ബൽ അല്ല, ഹും അദൽ, മൃഗങ്ങൾ അതിനേക്കാൾ ഭേദമാണ്, മനുഷ്യർ അതിനേക്കാൾ അധപ്പതിച്ചവനാണ്. വിശ്വാസത്തിന്റെ സുഗന്ധം ജീവിതത്തിലുണ്ടെങ്കിൽ ഒരാളെ നോവിക്കാൻ കഴിയുമോ? എങ്ങനെ നോവിക്കാൻ കഴിയും? പയ്യെ വലിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ണൂരിലെ ദമ്പതികളെ, ഒരു ഭാര്യയെയും ഭർത്താവിനെയും 2 വർഷമായിട്ട് ഒരു പിടുത്തമില്ല. അവര് IAS റിക്രൂട്ട്മെന്റ് ഇട്ട് പോയിട്ടുണ്ടാകാനുള്ള സംശയമാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ കണ്ണൂരിലേക്ക് വലിയ അന്വേഷണം വരാൻ നിൽക്കുകയാണ്. കോഴിക്കോട്ട് 24 വയസ്സുള്ള റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 2 കൊല്ലമായിട്ട് യാതൊരു ബന്ധമില്ല കുടുംബമായിട്ട്. അവൻ IAS മെമ്പർഷിപ്പ് എടുത്തു, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ അയക്കുന്ന ഓരോ SMS-കളും ഇനി ബലപ്പെട്ടതാണ്. ഇത്തരമൊരു ന്യൂസ് നമ്മളെ ഫോണിലേക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വന്ന് അതിനെ നമ്മൾ ഫോർവേഡ് ചെയ്താൽ പോലും IAS-ന്റെ പ്രവർത്തനത്തിന് ശക്തി കൊടുത്ത ഒരാളായി നമ്മൾ മാറി. വെളിച്ചം കാണൂല. പിന്നെ ഇനി നല്ല സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ്. ഇസ്ലാമിന്റെ സ്നേഹം, ഇസ്ലാമിന്റെ സൗഹൃദം അത് എല്ലാവരിലേക്കും പ്രസംഗത്തിലൂടെയോ എഴുത്തിലൂടെയോ നമ്മുടെ കലകളിലൂടെയോ അല്ല, ജീവിതത്തിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ട, പ്രസന്റേഷൻ നടത്തേണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണിത്. ഇസ്ലാം ജീവിച്ചിരിക്കണം, ഓരോ വ്യക്തികളിലൂടെയും ജീവിച്ചുകൊണ്ടിരിക്കണം. മമാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറാ വഹിൽ. എത്ര കറക്റ്റായിട്ടാണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്. നമ്മുടെ പള്ളികളൊക്കെ ഇന്ന് വിജനാണെന്നാ പറഞ്ഞത്. കാരണം പള്ളി എടുക്കേണ്ട സ്ഥലത്ത് പള്ളി എടുക്കണില്ല, പള്ളി എടുക്കാൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി എടുക്കാൻ. അപ്പൊ എന്തായി? മത്സരത്തിന്റെ വിഷയം. ഉച്ചഭാഷണിയുടെ ഉപയോഗം ഇസ്ലാമിന്റെ ശരീഅത്തിൽ, ഏത് ശരീഅത്തിനെ പഠിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ മൈക്ക് ഉപയോഗിച്ചാൽ മതി. ഇസ്ലാമിക നിയമപ്രകാരം പള്ളിയിൽ ബാങ്ക് നടക്കണം. ബാങ്ക് എന്തിനാ വെച്ചത്? നിസ്കാരത്തിലേക്കുള്ള വിളിയാളമാണ്. ഈ വിളിയാളം അടുപ്പുകല്ല് വെച്ച പോലെയുള്ള മുട്ടിന് പള്ളിയുടെ ഉള്ള ഒരു സ്ഥലത്ത് എല്ലാ പള്ളിയിൽ നിന്നും മുടങ്ങാൻ. കഴിഞ്ഞ വർഷം തന്നെ ഒരു ചർച്ച ഉണ്ടായി. ഏതോ ഒരു ഗ്രാമത്തിൽ 3 പള്ളിയാണ്, 3 വിഭാഗത്തിൻ്റെതാണ്. 3 വിഭാഗവും മത്സരിച്ചിട്ട് മൈക്ക് പുറത്തേക്കിട്ടു. 3 പള്ളിയിലും നല്ല ഹാഫിലിങ്ങളുമാണ്. അങ്ങനെ ഉണ്ടാവും. 1.5 മണിക്കൂർ തറാവീഹ്. റമളാനിലാണല്ലോ. തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ പ്രസംഗം. ഈ പരിസര പ്രദേശങ്ങളിലുള്ള അന്യമതസ്ഥരായ ആൾക്കാർ വന്നാണ്ട് പറയാണ്, ഞങ്ങളൊന്നും മിണ്ടാത്തത് എന്താ അറിയോ? ഈ മൈക്കൊന്ന് ഓഫാക്കാൻ പറഞ്ഞാൽ വർഗീയ പ്രശ്നമൊന്ന് പിടിച്ചിട്ടാണ്. ഇതിനാരാ മറുപടി പറയേണ്ടത്? ഇന്നലെ ഇവിടെ വന്ന എന്റെ ക്ലാസ്മേറ്റ്, എന്റെ സുഹൃത്ത് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഞങ്ങള് ഈ തങ്ങൾ ആഹ്വാനം ഉണ്ടായതിന്റെ ശേഷം ഈ വിഷയം ഡിസ്കസ് ചെയ്തപ്പം അൻവർ ഹുദവി എന്റെ അടുത്ത് പറഞ്ഞൊരു വിഷയമാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് ചാമക്കലയാണ്, തൃശ്ശൂരാണ്. തൃശ്ശൂർ കൂടുതലും ക്രൈസ്തവരുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ഇന്ന് കല്ലിലുള്ള ഒരു തറവാട്ട് പള്ളിയുടെ
അടുത്ത് ഒരു കോട്ടേഴ്സ് ഉണ്ട്. ആ കോട്ടേഴ്സിൽ അവിടുത്തെ ക്രിസ്ത്യൻ കുടുംബമാണ് താമസിക്കുന്നത്. ഒക്കെ പരിസരത്തെ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരാണ്. അങ്ങനെ നമ്മുടെ മുസ്ലിം ജനങ്ങള് അവിടെ റിലീഫ് കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി പോയി. അതിന്റെ പ്രത്യക്ഷര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളെ കിറ്റെല്ലാം വളരെ ഐശ്വര്യമായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ നഴ്സുമാര്, ആയമാര്, ഈ കന്യാസ്ത്രീകൾ വാങ്ങിവെച്ചു. ഇനി ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ, സഹായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എല്ലാം വളരെ ഉഷാറാണ്, നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ ആഴ്ചയിൽ 2 ദിവസം ഒന്ന് സ്വലാത്ത്, ഒന്ന് കുത്തുബിയത്ത്, അതിനു വേണ്ടിയിട്ട് ഈ നമ്മുടെ തൊട്ടപ്പുറത്ത് പള്ളിയിൽ നിന്ന് മൈക്ക്, ഇശാമാരിബിന്റെ ഇടയിൽ ഈ മൈക്കിൽ സൗണ്ട് വരികയാണ് ഭയങ്കരമായിട്ട്. അപ്പൊ ആ ഒരു ആയ പറയാണ്, എന്റെ ഒരു മോള് SLCക്കാ പഠിക്കുന്നത്, മറ്റേ മോന് +2 പഠിക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങളിത് പറയാന് പേടിച്ചിരിക്കുകയാണ്. ഏതായാലും നിങ്ങൾ വന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയാണ് എന്ന് പറഞ്ഞു. അന്ന് അവർ കൊടുത്ത മറുപടി, അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല, അതൊക്കെ പള്ളിയുടെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാല് നിസ്കാരം നിർബന്ധമായ പോലെ, ഹജ്ജ് നിർബന്ധമായ പോലെ, സക്കാത്ത് നിർബന്ധമായ പോലുള്ള ഒരു ഫർള് അയനായ സാധനമാണ് മൈക്കിൽ ഇതിടുക എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തു. പക്ഷെ തങ്ങളെ പ്രഖ്യാപനം ഉണ്ടായപ്പം അന്നേ ദിവസം ഇവരിത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇവര് പറഞ്ഞു, പടച്ചോനെ, ഇപ്പോഴാണ് ഉമ്മത്തിനൊരു നേതൃത്വം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ സ്ത്രീ പറഞ്ഞത് അൻവർ ഹുദവി എന്റെ അടുത്ത് പറഞ്ഞാണ്. നമ്മൾക്ക് തിരിച്ചറിയേണ്ട കുറേ വിഷയങ്ങൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, ഞാൻ വിശ്വാസത്തിന്റെ സുഗന്ധം എന്നുള്ള വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഉമ്മമാരൊക്കെ അത് ഗൗനിക്കണം. കാരണം നമ്മൾ ദീനാണ് ചെയ്യുന്നത്. ദീനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യാം. ഇപ്പം അതിൽ ഫോർ എക്സാമ്പിൾ അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയം ഇപ്പൊ ദുൽഹിജ്ജ. ഈ ദുൽഹിജ്ജ 10ാമത്തെ ദിവസമല്ലേ നോമ്പ് ഹറാമായ ദിവസമുള്ളൂ. അത് ദുൽഹിജ്ജ 10 അന്ന് പെരുന്നാളാണ്. പക്ഷെ ബാക്കി 9 ദിവസം വളരെ പുണ്യമാണ്. അന്ന് നോമ്പെടുത്താലുള്ള പുണ്യം എത്രയാണ്? മാമിൻ അമാലിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഗൈബിന മാമിൻ അമലിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി. വേറൊരു ദിവസമില്ല സാലിഹായ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളായി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളെക്കാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു താൽപര്യപ്പെടുന്ന മറ്റൊരു ദിവസവും ഭൂമിയിൽ ഇല്ല എന്ന് പോലും നബി തങ്ങൾ അയ്യാമുൽ അശറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശാരീരികമായ ഒരുപാട് ആവശ്യകതകളുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഒരുപാട് നോമ്പ് മിസ്സാവാൻ സാധ്യതയുണ്ട്. ആ നോമ്പിനെ ദുൽഹിജ്ജ 9 ദിവസങ്ങളിൽപ്പെട്ട പല ദിവസങ്ങളിലും നമുക്ക് പിടിക്കാം. ദുൽഹിജ്ജയുടെ സുന്നമ്പും കിട്ടി, കഴിഞ്ഞ റമദാനിൽ ഖളാ ആയിപ്പോയ നോമ്പും കിട്ടി. രണ്ടും ഒറ്റയടിക്ക് നീയത്ത് വെച്ചാൽ പോരെ എന്റെ പ്രിയപ്പെട്ട സഹോദരി. ആ 2 നോമ്പിന്റെയും പുണ്യം ഒറ്റ നോമ്പിലൂടെ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം ഈ ദുൽഹിജ്ജയിലൂടെ പോവുകയാണ്. നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മളെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാൻ ഒക്കെ റമദാനാകുമ്പോഴേക്ക് നീട്ടിവെക്കുക. അങ്ങനെ റമദാനാണ്ട് കഴിഞ്ഞു പോകും. പിന്നെ ഒരു മുദ്ദ് ഫൈന്, അടുത്ത റമദാൻ വരെ ഒരു മുദ്ദ് ഫൈന്. ഒരു മുദ്ദ് ഫൈൻ കൊടുക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല, അരിയാണ്ട് വാരി കൊടുത്താൽ മതി എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പടച്ച റബ്ബിന്റെ വിഷയത്തിൽ അലംഭാവം എന്നൊരു മൈനസ് പോയിന്റ് വെക്കൂലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. നമ്മുടെ എവറി ആക്ടിവിറ്റീസ് ദീനാണ്. എല്ലാ പ്രവർത്തനവും ദീനാണ്, വിശ്വാസാണ്, ഈമാനാണ്. ബ്രഷിംഗ് പോലും ഈമാനാണ്. ബാത്റൂമിലേക്ക് പോകുന്നത് ഈമാനാണ്. ചിന്തിച്ചു നോക്കി നിങ്ങൾ, വേറെ ഏത് സമുദായത്തിനാ അതുള്ളത്? ഇടത്തെ കാലി വെക്കുക, തല മറക്കുക, പാദരക്ഷ ധരിക്കുക, ഓരോന്നിനും മീസാനി എന്ന് പറയുന്ന തുലാസിന്റെ നന്മയുടെ തട്ടിനിങ്ങനെ കട്ടി കനം കൂടുകയാണ്. ഉറങ്ങുന്നത് പോലും ഇബാദ. ആ ഉറക്കിന് ശൈലി പഠിപ്പിച്ചു. വെള്ളം കുടിക്കുമ്പോ 6 കൂലി. ഏത് മനുഷ്യന്മാർക്കാ നേടാൻ കഴിയുക? നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കണം, 1 കൂലി. ഇടത് കൈയിലാണ് ഗ്ലാസ് പിടിച്ചതെങ്കിൽ വലത് കൈയിലേക്ക് പിടിക്കണം, 2 കൂലി. മീസാൻ എന്ന തട്ടിന് കൂടിയിലെ ഭാരം. വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാഹ് ചൊല്ലണം. ഏത് മതത്തിലാണ് ഈ പ്രഖ്യാപനമുള്ളത്? 3 നേടിയെടുക്കുകയാണ്. 4ാമത്തെ പുണ്യത്തിന്റെ കാരണമായി അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചുപോയി. ഒട്ടകം മോന്തി കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുരുങ്ങിയത് 3 ഇറക്കായിട്ടെങ്കിലും വെള്ളം കുടിക്കാതെ ഒരു ജ്ഞാനം പഠിച്ചതിന്റെ പേരിൽ 4ാമതൊരു പുണ്യം കൂടി അവൻ മറ്റു മതസ്ഥരിൽ നിന്ന് ഭിന്നനായി നേടിയെടുക്കുകയാണ്. വെള്ളം കുടിക്കാരാ നിന്റെ 5ാമത്തെ പുണ്യം എന്താണ്? ആ ഗ്ലാസ് അവിടെ വെക്കുക
നിങ്ങൾ കുടിക്കുന്ന പാത്രത്തിലേക്ക് നിങ്ങൾ ശ്വാസോച്ഛ്വാസം നടത്തിപ്പോകരുത്. 3 മുറുക്കായിട്ട് ചുരുങ്ങി കുടിക്കണം എന്ന് പറയുമ്പോ ഒരു മുറുക്ക് കുടിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രീത്തിങ് ഔട്ട്, ശ്വാസം പുറത്തേക്ക് വിടും. മൂക്കിലൂടെയും ശ്വാസം വരും, വായിലൂടെയും ശ്വാസം വരും. ലാ തതനഫസു ഫിൽ ഇനാ, നിങ്ങൾ കുടിക്കുന്ന പാത്രത്തിലേക്ക് ഒരിക്കലും ശ്വാസോച്ഛ്വാസം നടത്തരുത്. ഇത് വിശ്വാസമാണ്, ഇത് ഇബാദത്താണ്. മെഡിക്കൽ സയൻസ് പോലും അതിനെപ്പറ്റി പറഞ്ഞു. നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നുള്ള ഒരുപാട് ബാക്ടീരിയകൾ നാസാരന്ധ്രത്തിന്റെ ദ്വാരത്തിലൂടെയാണ് പുറത്തു വരിക. അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന ബാക്ടീരിയകളൊക്കെ വീണ്ടും നമ്മുടെ പാനീയത്തിലേക്ക് പോയിട്ട് അകത്ത് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി a prophet but the greatest doctor of the world. ലോകം ഇതെല്ലാം കണ്ടുപിടിക്കുന്ന 2400 വർഷങ്ങൾക്ക് മുമ്പ് ആരുടെ മുമ്പിൽ? ഏതായി കൗമ്? മുകളിലേക്ക് നോക്കിയാൽ താഴെ നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന മണരാരണ്യമാണ്. തങ്ങളുടെ കൈകളിൽ ഒട്ടകത്തെ തെളിക്കുന്ന ചാട്ടവാറല്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് ലോകത്തോട് നാഴികയ്ക്ക് 40 പ്രാവശ്യം വിളിച്ചു പോയ കാട്ടറബിയാണ്. ആ കാട്ടറബിയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ജീവിത ചിട്ടയാണ്. 6ാമത്തെ പുണ്യം എന്താ? വെള്ളം കുടിക്കുന്ന മനുഷ്യന് കിട്ടുന്നത് ആ ഗ്ലാസ് എവിടാണ്ട് വെച്ചാണ്ട് അവൻ പറയാണ് അൽഹംദുലില്ലാ. ചുരുങ്ങിയത് ഇല്ലെങ്കിൽ പൂർണ്ണ രൂപത്തിൽ അവൻ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ സഖാനി അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വമാ സഖാനി മിൽഹൻ മുജാജൻ ബിദംബി. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടാണ് 90% മുകളിലും ഇവിടെ ഉപ്പ് വെള്ളമാണ് എന്നിരിക്കെ 10% താഴെയുള്ള ഉപ്പ് കലരാത്ത വെള്ളം എന്നെ കുടിപ്പിച്ചത് നിന്റെ കാരുണ്യം കൊണ്ടാണ്. എന്റെ തെറ്റ് വെച്ച് നോക്കുമ്പോ നീ എന്നെ കുടിപ്പിക്കേണ്ടത് 90% മുകളിലുള്ള കടൽ വെള്ളമാണ്, ലാവണ്യം കലർന്ന ജലമാണ്, ഉപ്പുവെള്ളമാണ്. തമ്പുരാനെ, നിന്റെ കരുണ അപാരമാണ്, നീ കരുണാമയനാണ്. അള്ളാഹുവിനെ ഇവൻ ഇങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം സ്തുതിക്കുകയാണ്. അതിനും കിട്ടി മീസാനിൽ ഒരു കനം. നമ്മുടെ ജീവിതം എല്ലാം ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. നമുക്ക് അങ്ങനെ കഴിയും. ഇബാദത്ത്, നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോഴും നമ്മളെ മുമ്പിൽ എന്താ? ഇപ്പൊ തിരക്കിന്റെ ഇടയിൽ ഇനിയൊന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇബാദത്ത് ചെയ്യണം. എന്നിട്ടോ എല്ലാവരും ഇറങ്ങിയ നേരത്തെ നമ്മൾ പള്ളിയിൽ പോയിട്ട് അതിനും വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന് ഉളുവൊക്കെ എടുത്ത് എഴുത്തിക്കാഫിന്റെ നിയത്തൊക്കെ വെച്ച് കുറേ ഖുർആൻ ഓതും, കുറേ ഒന്ന് കുറച്ചുറങ്ങിയിട്ട് എണീക്കും, എന്നിട്ട് തഹജ്ജുദിനുള്ള പുണ്യം ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യും. പിറ്റേ ദിവസം കാര്യം മാറി. ഒരു ദിവസം ഒരുങ്ങി, ഒരു റമദാൻ വന്നപ്പോണ്ട് ഒരുങ്ങി. എന്നാൽ ജീവിതത്തിന്റെ എവറി ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഭാര്യാഭർത്തൃത്വ സംസർഗം പോലും ആരാധനയാക്കി മാറ്റാൻ കൊടുക്കുന്നൊരു പ്രമാണം. അതിന്റെ ശക്തി എത്രയാ? എക്സസൈസ്, രാവിലെ നിങ്ങൾ നടത്തുന്ന വ്യായാമം ഇബാദത്താക്കാൻ കഴിയണം. ആഴ്ചയിൽ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ സുന്നത്ത്, അനുവദനീയം എന്നല്ല, പ്രത്യേക സുന്നത്തുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പരിശുദ്ധ മതം നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും നടക്കൽ ഇസ്ലാം സുന്നത്താക്കി. എന്താ അതിന് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കാത്തത്? ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു കൺസെപ്റ്റ് എന്താ? അതൊന്നും ഈമാന്റെ ഭാഗമല്ല. അപ്പൊ ഉദ്ഹിയത്ത് വരാൻ പോവാണ്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്, ഓരോ മഹലിൽ നിന്നും ഇപ്പൊ ഷെയർ കളക്ഷൻ തുടങ്ങി. ഒരു മഹലിൽ തന്നെ 30 പോത്ത്, 25, 50, എറണാകുളത്തൊക്കെ 60, 70, 80 ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. എല്ലാ ദിവസം ആ മഹലിന്റെ പുറത്തേക്ക് ഒരു കഷ്ണം, ഒരു റാത്തറി ഇറച്ചി പോലും പോകൂല. അത് നിർബന്ധമാണ്, നമുക്ക് മഹല്യർക്ക് തന്നെ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഒരു വീട്ടിക്ക് തന്നെ ഫ്രീസർ ഫുള്ളാകും, പിന്നെ കലത്തിൽ കുറച്ചിട്ടേ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫ്രിഡ്ജ് ഹൗസ്ഫുൾ ആകുന്ന സമയത്ത് കീ ബാലൻസ് വന്ന, ഇപ്പം നമ്മളെ കുട്ടി ഓതാൻ പോയ സ്ഥലത്ത് നിന്ന് അവിടെ അറിവ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചെടുത്ത അറിവ് നടന്നിട്ടുണ്ട്, അവിടുന്ന് ഒരു കേസ് വന്നിട്ടുണ്ട്, അതിലും ഇറച്ചിയാണ്. അപ്പൊ അതായിട്ട് അയൽവാസിന്റെ അടുത്തേക്ക് പോവാണ്. അയൽവാസി ഇത് കണ്ടപ്പോ തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ടോ, അത് ഇവിടുത്തെ എപ്പോഴും ഫുള്ളായിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. പിന്നെ അതും ചട്ടിയിലേക്ക് ഇട്ടു, പിന്നെ മറിച്ചു, ഒന്ന് മസാലാക്കി, പിന്നൊന്ന് പൊരിച്ചു, രണ്ടാമത്തെ ദിവസം ഒന്ന് കരിച്ചു. ചില അമ്മമാരൊക്കെ പറഞ്ഞു, അസർക്ക് കട്ടൻ ചായക്ക് വരെ പോത്തിറച്ചി കൂട്ടിയത്. എന്റെ അവസ്ഥ നോക്കിയത്. മലപ്പുറത്തൊരു ഉമ്മ പറഞ്ഞ് കേൾക്കണം നിങ്ങൾക്ക്, കരിച്ചിട്ടും തീർന്നില്ല ഉസ്താദെ, പൊരിച്ചിട്ടും തീർന്നില്ല, അവസാനം അച്ചാറിട്ടു. പോത്തിറച്ചി അച്ചാറിട്ടു. എങ്ങനെയുണ്ട്?
പോത്തിറച്ചൊക്കെ അച്ചാറിടേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടായത് നമ്മുടെ പിടുത്തം വിട്ട ഉലുഹിയത്തുണ്ട്. ഉലുഹിയത്ത് പുണ്യാണ്, ഉലുഹിയത്ത് തഅബ്ബുദിയാണ്, ഇബാദത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാ ഇബാദത്തിന്റെ ഭാഗമായത്? നമ്മുടെ സഹോദര മതസ്ഥന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് വാട്സപ്പിൽ നല്ല സന്മനസ്കരായ കുട്ടികൾ പോസ്റ്റ് ചെയ്യുന്നത് ഉലുഹിയത്തിന്റെ ചിത്രങ്ങളൊന്നും വീഡിയോ ക്ലിപ്പാക്കിയിട്ട് നിങ്ങൾ ഇടരുത് എന്ന്. കാരണം നമ്മുടെ അന്യമതസ്ഥ ഇത് കാണുമ്പോൾ അവനെ പ്രകോപിപ്പിക്കാനാണെന്ന് തോന്നും. ദയവ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമ്മുടെ സഹോദര മതസ്ഥനോട്. അപ്പൊ അവൻ ധാരണ തിരുത്തും. എല്ലാ മതസ്ഥർക്കും ആ തെറ്റിദ്ധാരണ ഇല്ല. ചില ആളുകൾ ഉണ്ട്. ആ ചില ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മിനാ താഴ്വാരത്തിലേക്ക് നമ്മുടെ ഉമ്മമാര് ഉപ്പമാരൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇപ്പോ ഇവിടെ ഇങ്ങനെ പോവുകയാണ്, മുസ്ദലിഫയിലൂടെ അറഫാത്തിലൂടെ കടന്നു പോവുകയാണ്. മിനയിൽ അവർ രാപ്പാർക്കുകയാണ്. ജംറകളെ കല്ലെറിയാൻ പിശാചിന്റെ സ്തൂപത്തിന്റെ നേരെ അവർ കടന്നു പോവുകയാണ്. എന്തിനാണ് ഈ പ്രതിബിംബങ്ങൾ അവിടെ കടന്നു വന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാമഹനായ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മണലാരണ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്റെ വാപ്പ അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ഒരാളാണ്, പ്രവാചകനാണ്. പ്രവാചകന്റെ സ്വപ്നം അത് വഹയിന് തുല്യമാണ്. 3 വട്ടമാണടാ ഇസ്മായിലെ ഞാൻ സ്വപ്നം കണ്ടത്. അന്നി അസ്ബഹുക, നിന്നെ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അറുക്കണം. ആ വാക്കുന്നത് കിട്ടിയിട്ടുണ്ട്. അന്നി, നിശ്ചയം ഞാൻ തന്നെ, അസ്ബഹു, ഞാൻ തന്നെ അറുക്കണം. ഷാജഹാന് താജ്മഹൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞ മാതിരി ആവാൻ പറ്റൂല. അത് മുഗൾ സാമ്രാജ്യത്വത്തിൽ നിന്ന് ഒരുപാട് ക്യാഷാണ്ട് കൊടുത്തപ്പോ 20 വർഷം കൊണ്ട് 20,000 തൊഴിലാളികൾ ഉണ്ടാക്കിയത്. എന്നാ അങ്ങനെയല്ല വാപ്പയും മകനും കഅബ എന്ന് പറഞ്ഞത്. അവർ ഖജനാവിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് തൊഴിലല്ല. പിന്നെ ഖുർആൻ പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. ജബൽ അബൂ ഖുബൈസിന്റെ മോളിന്ന് വാപ്പയും മകനും കല്ല് വെട്ടി ചെത്തി കൊണ്ടുവരികയാണ്. ഒരാൾ എടുത്തു കൊടുക്കുന്നു, അടുത്ത ആള് പടുക്കുകയാണ്. പടവങ്ങനെ പൊങ്ങി 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 ഒരാളുടെ ഉയരത്തിന്റെ മുകളിൽ കഅബയുടെ പടവ് പടുക്കാൻ എത്താതെ വന്നപ്പോൾ ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്നൊരു വലിയ കല്ലിനെ അവർ കൊണ്ടുവരികയാണ്. ആ കല്ലിന്റെ മുകളിൽ നിന്നിട്ടാണ് പിന്നെ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പടുത്തത്. ആ കേറി നിന്ന കല്ലാണ് മഖാം ഇബ്രാഹിം. ഇന്ന് നമ്മൾ ഹറമിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കാൽപാദം പതിഞ്ഞുപോയ കല്ല്. വിശ്വാസത്തിന്റെ ഒരു ചൈതന്യം നിങ്ങളൊന്ന് ആലോചിച്ചു. ആ വാപ്പയും മകനും അവരുടെ മാതാവും നടന്നുപോയ മതാഫിലാണ് പാലക്കാട്ടുകാരിയായ മുഅ്മിന കഴിഞ്ഞയാഴ്ച പെടഞ്ഞു മരിച്ചത്. അതും മസ്മൂമ്, മബ്തൂന്, മഹ്ദൂം ഇവർക്കൊക്കെ ഷഹീദിന്റെ കൂലിയാണെന്ന് ഹറംകാര മേധാവി ദുക്തൂർ അബ്ദുറഹ്മാൻ സുദൈസ് അദ്ദേഹം ഫത്വ കൊടുത്തു, പ്രഖ്യാപനം നടത്തി. പത്രസമ്മേളനത്തിൽ അവർ ശുഹദാക്കളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അവരെ ഷഹീദുമാർ. നഗർന്നിട്ടൊരാളെ മരിച്ചുപോയാൽ അവൻ അല്ലാഹു ഷഹീദിന്റെ കൂടി കൊടുക്കുന്നതാണ്. വൽ മബ്തൂൻ, കലശലായ വയറുവേദന അനുഭവപ്പെട്ട് ആ വയറുവേദന കാരണം ഒരാൾ മരിച്ചുപോയാൽ അവനും ഷഹീദിന്റെ കൂലിയാണ്. വൽ ഹദീസിൽ കാണാം വൽ മസ്മൂം, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഭക്ഷണത്തിൽ വിഷാംശം കലർന്നുപോയി, ആ വിഷം തീണ്ടിയിട്ട് വിഷം അകത്ത് ചെന്നതിന്റെ പേരിൽ ഒരാൾ മരിച്ചുപോയാൽ വൽ മസ്മൂം, സുമ്മ കാരണിച്ചു അവനും അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുന്നതാണ്. ഇതിൽ നിന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചെടുത്തിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിൽ പല ആളുകൾക്കും ഷഹീദിന്റെ കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ മുസ്തഫ നബിക്കും ഷഹീദിന്റെ കൂലി കിട്ടിയിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബറിനും ഷഹീദിന്റെ കൂലി കിട്ടിയിട്ടുണ്ട്, ഖലീഫക്കും ഉണ്ട്. മറ്റ് ഖലീഫമാരൊക്കെ പിന്നെ കൊലപാതകത്തിലൂടെയാണ് വഫാത്തായി പോയതെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ വഫാത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തും അങ്ങനെയല്ല, സ്വാഭാവിക മരണമാണ്. പിന്നെങ്ങനെ ഷഹാദത്ത് കിട്ടി? അതിനാണ് പറയുന്നത്, ചരിത്രം പറഞ്ഞിട്ടുണ്ട്, മുസ്തഫ നബി തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുവായ ഒരു സ്ത്രീ ലുഖ്മ, ഭക്ഷണത്തിന്റെ അംശത്തിൽ വിഷം കലർത്തിയിട്ട് കൊടുത്തു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തെന്നോണം ഭക്ഷണം പുണ്യനബിയോട് സംസാരിച്ചു. അള്ളാന്റെ റസൂലിനോട് ഭക്ഷണം സംസാരിച്ചതിന്റെ ഇടയിൽ 1-2 ഭക്ഷണത്തിന്റെ അംശങ്ങൾ അകത്തോട്ട് ഇറങ്ങിപ്പോയിരുന്നു. അത് അള്ളാഹു പിടിച്ചു വെച്ചു, അതിനൊന്ന് ഫ്രീസ് ചെയ്തു. ആ പോയിസം പിന്നെന്തുണ്ടായിന്ന ആയിഷാ ബീവിന്റെ കട്ടുമ്മല്
മുസ്തഫ നബി തങ്ങൾ പനി ബാധിച്ചിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പനിയുടെ കൂടെ ഈ പണ്ടത്തെ വിഷലകലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മസ്മൂം ഷഹാദത്തിന്റെ പുണ്യം പരിശുദ്ധ നബിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എങ്ങനെ കിട്ടി? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള കാരണം പറയുന്നുണ്ട്. സൗറിലേക്ക് പുണ്യ നബിയെയും കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി. എല്ലാ ഗുഹയുടെ മാളങ്ങളും അടച്ചു. ഒന്ന് ബാക്കി വന്നു. തന്റെ കാൽപാദത്തിന്റെ പെരുവിരൽ കൊണ്ട് അത് അടച്ചു. അവിടെയാണ് ഉഗ്രസർപ്പം മൂർഖം പാമ്പ് വന്നിട്ട് സിദ്ദീഖോരുടെ കാലിന് ധ്വംസം നടത്തി. ആ സംശയത്തിലേക്ക് പ്രവേശിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് കൊണ്ട് ശിഫയാക്കപ്പെട്ടു. ഉമിനീര് കൊണ്ട് പുറത്തേക്ക് പോയി എന്നല്ല, അത് ഫ്രീസ് ചെയ്തു എന്നായി. ആ വിഷം പിന്നെ ചരിത്രം പറയുന്നു മരണനേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഇളകിയിരുന്നു. മസ്മൂം. അങ്ങനെ ഷഹാദത്തിന്റെ പുണ്യം ആ മഹാനായ സഹാബിക്കും നേടാൻ സാധിച്ചു. ഇവിടെ കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ ഭാഗം തന്നെയാണ് ക്രെയിന് തകർന്നു വീഴുന്നതും. പണ്ഡിതന്മാരങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്. വലിയ പുണ്യം. അള്ളാഹു അവരോടുകൂടെ നമുക്കൊക്കെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സംഭവങ്ങളെയും വിശ്വാസമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിന്റെ ഉപോൽപലകമായ, അതിന് ശക്തി തരുന്ന, എംപവർമെന്റ് നൽകുന്ന ഒരു ഹദീസാണ് കുല്ലു സുലാമ മിനന്നാസി അലൈഹി സ്വദഖ. മനുഷ്യ, സന്ധികളും മടക്കുകളും ഞാടി ഞരമ്പുകളും നിനക്ക് ദാനമാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ദാനമാണ്. കുല്ലയൗമിൻ തതലഉ ഫീഹി ശംസ്. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും വയഅദിലു ബൈനൽ ഇത്നൈനി സദഖ. രണ്ടുപേര് തന്റെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ തർക്കം അവസാനിപ്പിക്കടാ എന്ന് പറഞ്ഞ് അവരുടെ തർക്കം അവസാനിപ്പിക്കാൻ അവരുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാൾ കടന്നു വരികയാണെങ്കിൽ ആ മൂന്നാമൻ ചെയ്ത പ്രവൃത്തിയും അന്നത്തെ ദിവസത്തെ ദാനമാണ്. അയൽവാസികൾ തമ്മിൽ തർക്കണ്ടാണ് സമയത്ത് എടി ഞാനും കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അവൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാണ്ട് അതിലേക്ക് ഒന്നും കൂടി ഡോസുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കാനല്ല നമ്മൾ ശ്രമം നടത്തേണ്ടത്. പിന്നെ ഒന്ന് പറയാൻ കഴിയണം ഒരു വാക്ക്. ആ വാക്കിന് ആറ്റം ബോംബിന്റെ ശക്തി വേണം. എന്തിനാണ് സഹോദരിമാരെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. നമുക്കൊക്കെ ഉള്ള പ്രോബ്ലം എന്നതാണ്. എവിടെ പോയാലും തർക്കാണ്, എവിടെ പോയാലും സംഘടനാ ഇഷ്യൂ ആണ്. ഒരാളൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ അപ്പുറത്ത് വേറെ ഫ്ലെക്സ് ബോർഡ് വെക്കണം, ഒരാളൊരു കൊടി നാട്ടിയാൽ അപ്പുറത്ത് വേറെ കൊടി നാട്ടണം. ഇങ്ങനെ കൊടിയുടെ നിറം നോക്കി, രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി ആളെ തീരുമാനിക്കാൻ കേരളം ഒരുമ്പെട്ടപ്പോഴാണ് കേരളത്തിന്റെ എല്ലാ സാംസ്കാരിക പാരമ്പര്യവും തകർന്നടിഞ്ഞ്. നിങ്ങളൊന്ന് നോക്കി വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇൽമു കുറവാണ്, പക്ഷെ നല്ല സമാധാന. എന്തിനാ ഇതൊക്കെ? യൂണിറ്റി, ആ സാധനം ചോദ്യം ചെയ്യപ്പെട്ടു. മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയപ്പോ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു കത്തിച്ചു കളയണം. സഹാബികൾ ചോദിച്ചു, ആ പള്ളി തർക്കത്തിന്റെ മേൽ എടുക്കപ്പെട്ട പള്ളിയാണ്, നിങ്ങളുടെ കടന്നു വന്നാണ്, അതുകൊണ്ടാണ് ആ പള്ളിയോട് അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നതയെ ഒന്നുകൂടി പ്രകടിപ്പിക്കുകയാണ്. മസ്ജിദുൽ ഗമാമയിൽ വെച്ച് മുസ്തഫ നബി തങ്ങൾ ദുആ ചെയ്തു. 2 ദുആക്ക് ഉത്തരം കൊടുത്തു. മൂന്നാമത്തെ ഒരു ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്നാ. അതെന്തായിരുന്നു? അല്ലാഹുവേ എന്റെ സമുദായത്തിന്റെ ഇടയിൽ നീ ഐക്യം കൊടുക്കണേ റബ്ബേ. അത് അള്ളാഹു സ്വീകരിച്ചില്ല. മുസ്തഫ നബി അങ്ങ് തൽക്കാലപ്പാ ദുആ നടത്തണ്ട എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. എന്റെ മൂന്നാമത്തെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല. ആ സഹാബ ഉത്തരം കിട്ടാത്ത കാര്യം ആണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞത്. സഹാബ ചോദിച്ചു, അതേതാണ് നബിയേ? പരിശുദ്ധ നബി പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ ഇടയിൽ ഐക്യം വേണം തമ്പുരാനെ, അവർക്കിടയിൽ ഇഫ്തിറാഖിനെ ഉണ്ടാക്കല്ല തമ്പുരാനെ. അല്ലാഹു പറഞ്ഞു, പരിശുദ്ധ നബി അത് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മസ്ജിദുൽ ഗമാമയിൽ ലോകനായകന്റെ പ്രാർത്ഥന തട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭിന്നത അവസാനിക്കൂല. ഭിന്നിച്ചിട്ട് ഖിയാമത്ത് നടക്കണം. ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് പല വാദങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാവുകയാണ്. നമ്മളെ സുഹൃത്തുക്കൾ ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ചെറുപ്പക്കാരാദ്യമായിട്ട് നടത്തുന്നൊരു മഹാസഭ
യങ് ആയിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന കുട്ടികളാണ്. യങ്സ്റ്റേഴ്സ് എന്ന് പറയാനും വയ്യ, ടീനേജേഴ്സാണ്. കൗമാരക്കാരായിരിക്കുന്ന കുട്ടികളാണ്. യൗവനത്തിലേക്ക് പോലും കാലെടുത്ത് വെക്കുന്നു അവര്. അപ്പൊ ആ കുട്ടികൾക്ക് ശക്തി കൊടുക്കുക, അവരെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. കാരണം സമൂഹത്തിൽ ഇവർക്ക് വേറെയും മാർഗങ്ങൾ സ്വീകരിക്കാം, സമൂഹത്തിൽ ഇവർക്ക് വേറെയും കൾച്ചർ പഠിപ്പിക്കാം. അവരുടെ പ്രായം അതാണല്ലോ. പക്ഷെ അവര് ഒരുങ്ങിത്തിരിച്ച് ഇവിടെ കുറച്ച് കാരണന്മാരുണ്ട്. അവരെന്നെ പറഞ്ഞു, ആ റൂമിൽ പോയി ഇരിക്കുമ്പം ഇവിടുത്തെ ഒരു 3-4 കാരണന്മാരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു ശക്തി തന്നത്. അൽഹംദുലില്ലാ, അങ്ങനത്തെ കാരണന്മാരെയും നമുക്ക് ആവശ്യമാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കുമാറാക്കി. പിന്നെ നമ്മൾ ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കളാണ്, അവരൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ പൊന്നു സഹോദരങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് കാണാമറയത്താണെങ്കിലും ഹൃദയം ഈ വേദിയോട് ഏറ്റവും അടുത്തത് അവരാണ്. കാരണം അവരിന്റെ അടുത്താണ്, തൊട്ടടുത്താണ്. നിങ്ങളെക്കാൾ അവരാണ് നിയർ. നിങ്ങൾ നിയർ ആണെങ്കിൽ അവർ നിയറസ്റ്റ് ആണ്. എന്റെ പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു നിങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ആവശ്യവും ആശയവും അവരുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തപ്പോ 2 കൈയും നീട്ടിയിട്ട് സ്വീകരിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളും ചിന്തിച്ചു നോക്കി, ഇത്രയും വലിയൊരു ബഡ്ജറ്റ് കാണണമെങ്കിൽ ചെയ്യുന്നത്. കാരണം കാലാവസ്ഥ പ്രതികൂലാണ്. എന്നൊക്കെ എന്താ പെയ്ത മഴ. അല്ലാഹു മഴ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഴയും നമുക്ക് ആവശ്യമാണ്. നമ്മളെ പരിപാടി വിജയിക്കും വേണം, അപ്പുറത്ത് മഴ കിട്ടും വേണം. ഇത്രയും കൂറ്റം പന്തലൊക്കെ ഉണ്ടാക്കി, സ്റ്റേജ്, സൗണ്ട്, ലൈറ്റ്, ഇതിന്റെ അറേഞ്ച്മെന്റ്സ്, ബാക്കി സിസ്റ്റംസ് എല്ലാം ഇവർ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ എത്ര ശക്തി വേണം. പലകളിൽ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള 10-50 ആൾക്കാരെ വെച്ചിട്ട് സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ട് മാസങ്ങൾക്ക് മുമ്പേയുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. അറ്റ് ദാറ്റ് ടൈം ഈ കുട്ടികള് വളരെ കുറഞ്ഞ കാലത്തിന്റെ ഉള്ളില് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അതും വളരെ സയന്റിഫിക് ആയിട്ട് സംഘടിപ്പിച്ചു. അപ്പൊ അവരൊക്കെ നമ്മൾ നല്ല പ്രചോദനം കൊടുക്കണം, നല്ല പ്രചോദനം കൊടുക്കണം. കാരണം അവർ പിന്നെ ഭാവിയിൽ ഇങ്ങനെ പറയണം. വഴി തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത വരുമ്പോ അവർ തന്നെ ഒന്ന് റീപ്ലേ ചെയ്യണം. അവരുടെ മൈൻഡിനെ എങ്ങനെ റീപ്ലേ ചെയ്തു പോകുമ്പോ, പടച്ചോനെ 2015 സെപ്റ്റംബർ മാസത്തില് ഞങ്ങളൊക്കെ നടത്തിയൊരു പരിപാടിയിൽ ഒരു പ്രധാന ആക്ടിവിറ്റി നടത്തിയത് ഒന്ന് ഞാനായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ദീനായിട്ടൊരു ബന്ധമുണ്ട്. എന്റെ ടേസ്റ്റ് ദീനിലേക്കാണ്. അങ്ങനെ ചില പ്രദേശങ്ങളിലൊക്കെ ദീനീ പരിപാടി സംഘടിപ്പിച്ചത് ഓർത്തെടുത്തിട്ട് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന എത്ര ചെറുപ്പക്കാർക്ക് സാധിക്കും. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോഴും അതിനെ വിലയിരുത്ത കുറച്ച് കുട്ടികൾ പരിപാടി ഇറങ്ങാൻ വേണ്ടി അത് അവരുടെ ട്രെൻഡ് അല്ലേ, അവർ തട്ടയൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. അവർക്ക് പരമോമെന്റ് നമ്മൾ കൊടുക്കണം. നമ്മൾ ആവശ്യമാണ്. ഇനി ദീന് നിലനിൽക്കേണ്ടത് അവരെ കയ്യിലൂടെയാണ്. നമ്മുടെ മദ്രസ, നമ്മുടെ പള്ളി, നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, വളരെ അഭ്യസ്തവിദ്യരായ ആളുകളെ ഇനി സമുദായത്തിന് ആവശ്യമാണ്. നിങ്ങളിലൊക്കെ ഒരു സെൻസസ് നടത്തിക്കൂടെ നമുക്ക്? ഓരോ മുസ്ലിം മഹല്ലുകളും ചെയ്യേണ്ട എത്ര ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മഹല്ലിൽ ഇപ്പൊ നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ ബോർഡറിൽ എത്ര ജോലിക്കാരുണ്ട്, എത്ര ഗൾഫുകാരുണ്ട്. ഗൾഫിലുള്ളവരുടെ പ്രൊഫഷൻ എന്ത്, നാട്ടിലുള്ളവരുടെ പ്രൊഫഷൻ എന്ത്? കാർപ്പന്റേഴ്സ് ആര്, ആശാരിമാരൊക്കെയാ, ഡോക്ടേഴ്സ് ആരൊക്കെയാ, എഞ്ചിനീയേഴ്സ് ആരൊക്കെയാ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ആരൊക്കെ, IAS കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ ആരൊക്കെ, എത്ര BA-ക്കാര്, എത്ര MA-ക്കാര്. എല്ലാ ജോലിയുടെ ഒരു സ്റ്റാറ്റസ് ഒരു മഹല്ല് കമ്മിറ്റിക്ക് ഇറക്കാൻ സാധിച്ചാൽ, നമ്മുടെ മഹല്ലിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആ കാറ്റലോഗ് കണ്ട് എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ മഹല്ലുകാർക്ക് നമ്മുടെ മഹല്ലിൽ തന്നെ ജോലിയും കിട്ടി, അവരെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയയും കിട്ടി. അങ്ങനെ ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്കിടയിൽ ഉണ്ടാകും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാൻ, എന്റെ അയൽവാസിക്ക് എന്താ പണി അറിയില്ല, ഫേസ്ബുക്കിൽ കണ്ട് ഇങ്ങനെയൊക്കെയാണ്. അതാരാ അയച്ചു കൊടുത്തത്? ഗൾഫിൽ നിന്ന് ആരാ അയച്ചു കൊടുത്താണ്? സുബ്ഹാനല്ലാഹ്. സ്വന്തം അയൽവാസി അപ്പുറത്ത് കിഡ്നി പേഷ്യന്റ്, അവൻ 2 കിഡ്നിയും ഫെയിലറാണ്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യാനെന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ അറിഞ്ഞൊരു സഹോദരനുണ്ട് എന്റെ നാട്ടിൽ. ഒരു ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് പോലും അപ്പുറത്ത് കിടക്കുന്ന നിവാസിയെ കാണാൻ അവന് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വേണ്ടി വന്നു. വിദേശ രാജ്യത്ത് നിന്നൊരു സുഹൃത്ത് അവന് സഹായം അഭ്യർത്ഥന നടത്തിയിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്, പടച്ചറബേ, എന്റെ പുറത്തൊക്കെ നിവാസിയെ പറ്റിയാണോ ഞാൻ ഈ പോസ്റ്റ് കണ്ടത്? ഓടിപ്പോയി നോക്കിയപ്പോ അവൻ കടന്നിട്ടൊരു മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ജോലിന്റെ തിരക്കാണത് അല്ലേ? നല്ല വിലപ്പെട്ട നമ്മൾ കേട്ടത്. പക്ഷെ
നോ ടൈം. നമുക്കുള്ള പ്രശ്നം എന്താ? സമയമില്ല. എത്ര വില കൊടുത്താലും, എത്ര വില പിടിപ്പുള്ള വാച്ച് കെട്ടിയാലും ടൈമില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? അഡ്വാൻസ്ഡ് മെഡിസിൻ. ഒരു തലവേദനാണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം മാറണ അസുഖം, പിന്നെ മെഡിസിൻ. ഒരു കൊളസ്ട്രോൾ ആണ്ട് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന മെഡിസിൻ അര മരുന്ന് കുടിച്ചാൽ മതി. ഒരു ക്യാപ്സൂളിന്റെ അരഭാഗം കുടിച്ചാൽ മതി. എല്ലാം അങ്ങനെയാ. വേദന വന്നാൽ വേദനാ സംഹാരി അപ്പ സ്റ്റോപ്പാണ്. എന്നിട്ടും പുവർ ഹെൽത്ത്, ആരോഗ്യം വളരെ ദുർബലം. 60 വയസ്സുള്ള പണ്ടത്തെ കാലത്ത് അധ്വാനിച്ചിരുന്നു. ഒന്ന് 30 വയസ്സ് കഴിഞ്ഞാൽ കാലിൽ നീട്ടി ഇരിക്കാൻ തുടങ്ങുകയാണ്, മുട്ട് വേദന. 35 വയസ്സാകുമ്പോഴേക്ക് ചെറുപ്പക്കാരനെ പറയാണ്, 25-ാം വയസ്സിൽ അധ്വാനിക്കാൻ പോയാലും 35-ാം വയസ്സിൽ റെസ്റ്റ് എടുക്കാൻ. കാരണം റെസ്റ്റ് എടുക്ക് വരികയാണ്. അല്ലാഹുവേ, ഞാൻ പറയാ, ഈ വിഷയത്തിലൊക്കെ ഒരു വിശ്വാസം നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ഉളുഹിയത്ത് പറഞ്ഞപ്പോഴാണ് ഞാനങ്ങനെ കടന്നുപോയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓഹരി കൊടുക്കലാണ്. അതിന് 5000 രൂപയാണെങ്കിൽ അങ്ങനെയാ, 7000 രൂപയാണെങ്കിൽ അങ്ങനെയാ. പക്ഷേ അതിന്റെ അർത്ഥം പരമാവധി പോത്തിറച്ചി തിന്നൽ എന്നല്ല ഉളുഹിയത്തിന്റെ അർത്ഥം. ഉളുഹിയത്തിന്റെ ഇറച്ചി എന്നാലും കൊളസ്ട്രോൾ ഉണ്ടാവും, ഉറപ്പാണ്. നമ്മളെ അത് ഇബാദത്താക്കി മാറ്റാണ്. എന്നിട്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു, എത്രയേ പ്രശ്നങ്ങൾ അതിന്റെ പേരിലുണ്ടാകണം. അല്ലാ, എന്നാൽ ആസാമിലും ബംഗാളിലൊക്കെ ഇപ്പോ നമ്മളെ ഹുദവി സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് ഉളുഹിയത്ത് അവിടെ കൈക്കുണ്ട്. ബംഗാളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു. എന്റെ സുഹൃത്ത് നാഫി ഹുദവി അവിടുത്തെ ഒരു മഹല്ല് കോർഡിനേറ്ററാണ്. എവിടെ? ബംഗാളിലെ ഒരു മഹല്ലിന്റെ കോർഡിനേറ്റർ. വിളിച്ചു, എന്റെ മഹല്ലിലേക്ക് ഒരേ അങ്ങനത്തെ അയച്ചു. 2500 രൂപയ്ക്ക് ഒരു ഷെയർ കൂടാ. ഇവിടെ 8000 രൂപയാണ്. ഒരു 12,000-13,000 രൂപ ഉണ്ടെങ്കിൽ അസലായിട്ട് നല്ലൊരു പോത്തിനെ വാങ്ങിയിട്ട് ഉളുഹിയത്ത് കഴിക്കാം. അതും വളരെ പുണ്യമുള്ള സ്ഥലം. കാരണം കുളങ്ങൻ കറിയും സ്രാവ് മീനും കൂട്ടിയിട്ട് വലിയൊരുനാൾ കഴിക്കുന്ന മുസ്ലിം ഗ്രാമങ്ങളാണ് ബംഗാളിൽ. നമ്മൾ കറ്റച്ചായന്റെ കൂടെ അതുങ്ങളാണ്, ഇത് മുസ്ലിങ്ങളാണ്. അപ്പൊ ഉളുഹിയത്തിന്റെ പുണ്യവും ഉളുഹിയത്തിന്റെ ആഴമൊക്കെ നമ്മൾ അർക്കണം. കാരണം നമ്മൾ ഇത് ഇറക്കുന്നതിന്റെ കുഴപ്പമില്ല, അതിൽ വലിയ പുണ്യം കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉളിയത്ത് അറക്കുന്നതിന്റെ പുറമെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ പ്രവണത, ഈ പെരുന്നാൾ അടുപ്പിച്ച് 3, 4, 5 ദിവസങ്ങളിൽ ഈ ഇറച്ചി നമ്മൾ പല ടൈമിലായിട്ട് തിന്നാണ്. ഒരു കഷ്ണം ഇറച്ചിയിലുള്ള കലോറി നമ്മളൊന്ന് പഠിക്കണം. ആ ഒരു കലോറിൻ ശരീരത്തിന്റെ അകത്ത് ചെന്നാൽ അത് എനർജിയാക്കി മാറ്റണം എങ്കിൽ HDL ഉം LDL ഉണ്ട്. ആ LDL കൊളസ്ട്രോളിനെ HDL ആക്കി മാറ്റണമെങ്കിൽ അവൻ ഇത്ര കിലോമീറ്റർ നടക്കണം. ആര് നടക്കണേ? ആര് എക്സസൈസ് ചെയ്യണേ? ആര് വ്യായാമം ചെയ്യണേ? ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? ധമനികളിൽ ബ്ലോക്ക് വരികയാണ്, നടക്കുമ്പോ കതപ്പ് വരികയാണ്, ക്ഷീണം വരികയാണ്. എത്ര പ്രശ്നങ്ങളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോലും മനുഷ്യൻ ക്ഷീണിതനാവുകയാണ്. അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിനോട് ശരിക്കും ആരോഗ്യത്തിന്റെ കാര്യം നിമിത്തങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമായിട്ടാ പറഞ്ഞത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ വാര്യരെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം വെളിയിൽ വന്നിരുന്ന ജോലി കൂടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഖുതുബ് ഇനി ഇസ്ലാമും ആരോഗ്യമാക്കണമെന്ന്. എവിടുന്ന്? പള്ളിയിൽ മിമ്പർമൽ കയറിയിട്ട് നിങ്ങൾ പറയേണ്ട വിഷയം ഇസ്ലാമും ആരോഗ്യവുമാകണം. അതും വിശ്വാസമാണ്, അതും ഈമാനാണ്. ആരോഗ്യം ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കാൻ വെള്ളിയാഴ്ച ജുമാ ഖുതുബയിലെ പ്രഭാഷണത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് പറയാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ വാര്യർ പോലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്? വെള്ളിയാഴ്ചയിലെ പ്രസംഗം കേൾക്കാൻ മാപ്പിളാര് മാത്രമാണല്ലോ വരുന്നത്. അപ്പൊ നമ്മളെ ദീന് വേറെ തീന് വേറെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അന്ന് മുക്കൗക്കിസ് രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരിതോഷികങ്ങൾ ഒട്ടകപ്പുറത്ത് കൊടുത്തയച്ചപ്പോൾ ഒരുപാട് പ്രസന്റേഷൻസ്, ഗിഫ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. കൂടെ ഒരു കൊട്ടാരത്തിലെ ഡോക്ടർ ഉണ്ടായിരുന്നു, നല്ലൊരു വൈദ്യൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാജാവേ, വൈദ്യനെ ഞാൻ തിരിച്ചയക്കുകയാണ്. രാജാവ് ചോദിച്ചു, പരിശുദ്ധ തിരുമേനി, ഇസ്ലാമിന്റെ നേതാവേ, എന്തേ നിങ്ങൾ ബാക്കിയുള്ള സമ്മാനങ്ങളെല്ലാം എടുത്തിട്ട് വൈദ്യനെ തിരിച്ചയച്ചത്? പരിശുദ്ധ റസൂൽ അവിടെ പറഞ്ഞൊരു മറുപടിയുണ്ട്, രോഗിക്ക് ഡോക്ടറുടെ ആവശ്യമുള്ളൂ.
ഞങ്ങൾ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ്. നമ്മളോ 3 ഭാഗവും ഫില്ല് ചെയ്തിട്ട് നിർത്താൻ വയ്യ. പഠിച്ചോനെ ഇനി വായുവിനുള്ള ഗ്യാപ്പോടെയാണ് വെള്ള ഗ്യാപ്പ്. അപ്പൊ തീറ്റയിലെ ഈമാനും ഇസ്ലാമിലെ ആരോഗ്യവും നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. ഇനി നമ്മുടെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾ നോക്ക്, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, ആരോഗ്യമായ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളെ കുട്ടികൾക്ക്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെങ്കിലും ശരി, മറ്റു രോഗങ്ങളാണെങ്കിലും ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന വ്യാപാരിയിലുള്ള ആളുകളാണ്. നമ്മുടെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിചാരപ്പെടലുകളുടെ പ്രസക്തി ഈമാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതാണ്. കുല്ലയോമിൻ തത്ലഉ ഫീഹി ശംസ്, ഞാൻ പറഞ്ഞു വെച്ച ഹദീസിലേക്ക് തിരിച്ചു വരികയാണ്. കുല്ലയോമിൻ തത്ലഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ രണ്ടുപേര് തർക്കിക്കുകയാണെങ്കിൽ ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന 2 ആളുകൾക്കിടയിലേക്ക് നിങ്ങളിൽപ്പെട്ട ഒരു 3-ാമൻ കടന്നു വന്ന് അവനോട് തർക്കം അവസാനിപ്പിക്കാൻ ഉപദേശം കൊടുക്കലും ദാനധർമ്മമാണ്. പിന്നെ പറഞ്ഞു അബികുല്ലി ഖത്വത്തിൻ, ഖത്വ ചവിട്ടടി, എവരി സ്റ്റെപ്പ്, നമ്മുടെ ഓരോ കാലിന്റെ ചവിട്ടടിയും യംശി ബിഹാ, ഓ സുനെ പൈദൽ ചൽതാ ഹൈ, ഓ മസ്ജിദ് के नजदीक है, गाड़ी से नहीं चलता है, गाड़ी से चलने से कोई फायदा भी नहीं मिलेगा. പൈദൽ ചലന എന്ന് പറയാം ഉറുദു ഭാഷയിൽ. അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ വബികുല്ലി ഖത്വത്തിൻ, അവന്റെ ഹർ ഇക് പാओं पर उसको मिलते हैं यमशी बिहा, उससे वो चलते हैं इला सलाती, नमाज पढ़ने के लिए, जमात के साथ नमाज पढ़ने के लिए, हम के पीछे रखने के लिए मस्जिद वो जाते हैं. സദഖ, അതും ദാനമാണ്. നടന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പള്ളി വരെ പോവുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ എത്ര മണലാരണ്യങ്ങളെ സ്പർശനം നടത്തിയോ ആ മണലിന്റെ എണ്ണത്തിനനുസരിച്ച് ഇസ്തിഗ്ഫാർ കിട്ടാൻ. ആ നടത്തം പോലും ദാനാക്കി. അതുകൊണ്ട് പെരുന്നാളിന് വലിയ പുണ്യങ്ങളുണ്ട്. ചെറിയ പെരുന്നാളിന്റെ ദിവസം മുസ്തഫ നബി തങ്ങൾ എന്തെങ്കിലും ഭക്ഷിച്ചിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വലിയ പെരുന്നാളിന് അങ്ങനെയല്ല, ഒന്നും ഭക്ഷിക്കാതെയാണ് പോവുക. ഉദ്ഹിയ്യത്തിന്റെ ദിവസം അഥവാ വലിയ പെരുന്നാളിന്റെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒന്നും കഴിക്കാതെയാണ്. ഒന്നും കഴിക്കൂല ഹത്താ യർജിഅ, വലിയ പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടല്ലാതെ അള്ളാഹു റസൂൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ചെറിയ പെരുന്നാളിന്റെ ദിവസം അള്ളാന്റെ റസൂൽ പള്ളിയിലേക്ക് പോയിട്ടില്ല. ഹത്താ യൗക്കുല, തിന്നാതെ പോയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന്റെ ദിവസം പള്ളി പോകുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വലിയ പെരുന്നാളിന്റെ ദിവസം പള്ളിയിലേക്ക് പോകുക. 2 മുഴം സൂര്യൻ ഉയർന്നതിന്റെ ശേഷമാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കുക. 1 മുഴം ഉയർന്നാൽ വലിയ പെരുന്നാൾ നിസ്കരിക്കായിരുന്നു. അപ്പൊ ചെറിയ പെരുന്നാൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഏളി വലിയ പെരുന്നാൾ നടത്തണം എന്നർത്ഥം. ഈ പെരുന്നാൾ പ്രത്യേകിച്ചും, കാരണം ഉളുഹിയ്യത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ആ പെരുന്നാളിന്റെ ദിവസം തന്നെയാണ് നമുക്ക് നടത്താൻ ഉള്ളത്. കാരണം 24-ാം തീയതി വ്യാഴാഴ്ചയാണ്, 25-ാം തീയതി വെള്ളിയാഴ്ചയാണ്. പിറ്റേ ദിവസം വെള്ളിയായതുകൊണ്ട് പല മഹല്ലുകളിലും ഉളുഹിയ്യത്ത് പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വെരി റയർ, വളരെ അപൂർവമാണ്. അപ്പൊ അന്ന് തന്നെ നടക്കും ഇത്തരം കാര്യങ്ങൾ. പിന്നെ അറഫാന്റെ നോമ്പ് വരെയാണ്. ഞാൻ ഇടയിൽ കയറിയിട്ട് പറയാണ്, എന്റെ ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണം. യുക്കഫിർ മാദിയ വൽ ബാഖിയ, അറഫാന്റെ അറഫാന്റെ ഒരു ദിവസത്തെ നോമ്പ്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ്, അടുത്ത ബുധനാഴ്ച വരാനിരിക്കുന്ന സുന്നത്തായ നോമ്പ്, പെരുന്നാളിന്റെ തലേ ദിവസമുള്ള നോമ്പ് പ്പെടുന്നതാണ്. സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ അവന്റെ ചെറിയ പാപങ്ങളെ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. വൽ ബാഖിയ, വരാനിരിക്കുന്ന വർഷത്തിലെ സകലമാന ചെറിയ പാപങ്ങളെയും പൊറുക്കുന്നതാണ്. വലിയ പാപങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്, ചെറിയ പാപങ്ങളെന്ന് എത്ര മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അപ്പം വരാനിരിക്കുന്ന ഒരു വർഷത്തേതും പൊറുക്കപ്പെടും, കഴിഞ്ഞൊരു വർഷത്തേതും പൊറുക്കപ്പെടും. 2 കൊല്ലത്തെ ബെനിഫിറ്റ് ഒരു അറഫാന്റെ നോമ്പ് കൊണ്ട് കിട്ടുകയാണ്. ഈ ഹദീസിൽ നിന്ന് പലന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ അവന്റെ ചെറിയ പാപങ്ങളും പൊറിക്കപ്പെടും,
ഒരു ആയുസ് അവന് എക്സ്ട്രാ കിട്ടുന്നതാണ്. നോമ്പൊരാൾ നോറ്റിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു കൊല്ലത്തിന്റെ പാപങ്ങൾ പുറത്തു, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപവും അവന് പൊറുക്കും. അപ്പം വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപം പൊറുക്കണമെങ്കിൽ ആള് ഹയാത്തിൽ വേണ്ടേ? അറഫാന്റെ നോമ്പ് ശരിക്ക് കബൂലായ രീതിയിൽ ഒരാൾ നിർവഹിച്ചാൽ അവനൊരു കൊല്ലത്തെ ആയുസ് കൂടി അള്ളാഹു കൊടുക്കും എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ വഫാത്തായി, എന്റെ ഉമ്മ മരിച്ചുപോയി എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. പക്ഷേ എന്റെ ഉമ്മ ഒരുപാട് പ്രായം വന്നതിന്റെ ശേഷമാണ് വഫാത്തായത്, മരിച്ചുപോയത്. ആ വർഷത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തി. അറഫാന്റെ നോമ്പ് ബോധം എത്തിയതിന്റെ ശേഷം ജീവിതത്തിൽ ഒഴിവാക്കാത്ത പെണ്ണാണ് എന്റെ മാതാവ്. എന്നാൽ എന്റെ മാതാവ് മരിച്ച വർഷത്തെ അറഫാന്റെ നോമ്പിനെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ആ വർഷം എന്റെ ഉമ്മ അറഫാന്റെ നോമ്പ് എടുത്തിട്ടില്ലായിരുന്നു. ശരീരക്ഷീണം കാരണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത്തരേഖാന്റെ മനുഷ്യന്റെ ആയുർ ദൈർഘ്യവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു സംഭവമാണ്. വീട്ടിലൊക്കെ നമ്മൾ എടുക്കുമ്പോ ചെറുപ്പക്കാർ പറയും ഉമ്മ എടുത്തോട്ടെ, ഉപ്പ എടുത്തോട്ടെ, ഉമ്മിപ്പ എടുക്കും, മറ്റോടെ നമ്മൾ നിർബന്ധിപ്പിക്കൂല. ആക്കലും ബാലികൊക്കെ ആയ നമ്മൾ സ്വയം തീരുമാനിക്കും. എന്താ ഒരു 12 മണിക്കൂർ ഒന്ന് പട്ടിണി കിടന്നാ വരാൻ പോകുന്ന റമ, നമ്മളിത് ഇപ്പം ചെയ്താലേ എത്ര പുണ്യ കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ അതൊക്കെ നമ്മൾ സ്വയം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ട് ഒന്ന് പറയാം. അത്താഴത്തിന് വിളിക്കണം കേട്ടോ, ഏതാക്കും പറയാം. നമ്മൾ എല്ലായിടത്തും പ്രൊഫഷൻ നോക്കുകയാണ്. എല്ലാത്തിലും പ്രൊഫഷൻ. ഇസ്ലാമിലൊരു പ്രൊഫഷനാ. അങ്ങനെയാണെങ്കിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ പടവാറുണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, വലിയ ഈത്തപ്പനയുടെ എസ്റ്റേറ്റിന്റെ മുതലാളിമാരുണ്ടായിരുന്നു. അതും സഹാബിയാണ്. ആ മുതലാളിന്റെ കീഴിൽ കീഴാളനായിട്ട് തോട്ടം നനച്ചതും സഹാബിയാണ്. ഹാരിസ്, ആ തോട്ടത്തിന്റെ പാറാവുകാരൻ മറ്റൊരു സഹാബിയ. ഇവരൊക്കെ തന്നെ ജോലി മതിയാക്കി ഇശാമാരിബിന്റെ ഇടയിൽ മുസ്തഫ നബിയുടെ പള്ളിയിൽ വന്നിരിക്കുമ്പോ ഈ പന്തലിന്റെ ചോട്ടിൽ നിങ്ങൾ ഇരുന്ന പോലെ, കാരണം നിങ്ങളുടെ ഒക്കെ പ്രൊഫഷൻ വ്യത്യസ്തമാണ്. പക്ഷെ ഇസ്ലാമിന്റെ ഒരു പന്തലിൽ വന്നിരുന്നപ്പോ നമ്മളൊക്കെ ഇസ്ലാമിന്റെ പഠിതാക്കളാണ്. ഈ ഒരു ചൈതന്യം മദീനത്ത് കണ്ടിരുന്നു. അവര് ഭവ്യതയോടുകൂടെ മുസ്തഫ നബിയുടെ മുമ്പിൽ ഇരുന്നു. അതിൽ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അറഫാന്റെ ദിവസം തന്നെയാണ് ലോകത്തെ മനുഷ്യാവകാശം പ്രഖ്യാപനം നടത്തപ്പെട്ടത്. കുല്ലുക്കും മിൻ ആദം, ജനങ്ങളെ നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്. ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിന്റെ സന്തതി അലൈഹിസ്സലാത്തു വസ്സലാം. അബൂൽ ബശർ ആദമിന്റെ മക്കളാണ് അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളെങ്കിൽ ആ ആദം നബി മണ്ണിന്റെ സന്തതി, മണ്ണിന്റെ മകനാണ് നിങ്ങളുടെ പിതാവ്. അതുകൊണ്ട് അജമി, അറബിക്കാണ് അറബിയേക്കാൾ വ്യത്യാസമില്ല. വലാലി അജമിയൻ അല അറബി, അനറബിയായ മനുഷ്യന് അറബിയേക്കാളും വ്യത്യാസമില്ല. വലാലി അബ്യദ അല അസ്വദ്, തൊലി വെളുത്തുപോയവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല. ലാലി അസ്വദ അല അബ്യദ്, തൊലി കറുത്തുപോയവന് വെളുത്തവനേക്കാളും വ്യത്യാസമില്ല. ഇല്ലാ ബിത്തഖ്വാ, തഖ്വയാണ് മനുഷ്യന്റെ പെർഫോമൻസിന്റെ ആധാരം. തഖ്വ ഉണ്ടോ? അവിടെ നോക്കണം. കറുത്ത് കറുത്ത് കരിങ്കാക്കക്ക് സമാനമായി പോയ നീഗ്രോക്കാരനായ ചുരുണ്ട മുടിയുള്ള ബിലാൽ ഇബ്നു റബാഹ എന്ന് പറയുന്ന നീഗ്രോ വംശത്തിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായി കൊണ്ടിരിക്കുമ്പോഴാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാൽ. അത് വല്ലാത്തൊരു വാക്കാണ്. സയ്യിദുനാ ബിലാൽ ആരാണ് അന്ന് ഖലീഫ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് അന്ന് ഖലീഫ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമറുൽ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ വന്നാണ്ട് ഭവ്യതയോടുകൂടെ കൈ പിടിച്ച് പറയാണ്, സയ്യിദുനാ ബിലാൽ, അവർ ലീഡർ ബിലാൽ, ഹമാരാ മാനേജർ ബിലാൽ ഹേ. ഓ, എന്താണ് ആ വാക്കിന്റെ ശബ്ദം? ബിലാൽ, നീ ഞങ്ങളുടെ ലീഡറാണ്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ കൈ പിടിച്ചിട്ട് ബിലാൽ ഇബ്നു റബാഹ പറയാൻ, ഈ അടിക്കാരായ മനുഷ്യനെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് നിങ്ങളാണ്. ഉമർ തങ്ങളെ എന്നെ ലീഡർ എന്ന് വിളിക്കരുത്, എന്നെ നേതാവ് എന്ന് വിളിക്കരുത്. അത് സഹിക്കാൻ ബിലാലിന് കഴിയൂല. അപ്പൊ മുസ്തഫ നബിയുടെ സ്റ്റേറ്റ്മെന്റ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി എന്നാണ്.
ബിലാൽ റളിയല്ലാഹുവിന് ആ പരമോന്നതമായ സ്ഥാനം കിട്ടാനുള്ള റീസൺ റളിയല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇല്ലാ ബിത്തഖ്വ, തഖ്വയാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത്. കർമ്മം കൊണ്ടാണ് മനുഷ്യൻ ഉന്നതനാകുന്നത്, ജന്മം കൊണ്ടല്ല. ജന്മം ആരെയും ഉന്നതനാക്കുന്നില്ല. ഏത് തറവാട്ടിൽ ജനിച്ചു എന്നതല്ല പ്രോബ്ലം. കർമ്മമാണ്. നല്ല കർമ്മത്തിലൂടെ ധർമ്മവിപ്ലവത്തെ പഠിപ്പിക്കാൻ, മോറലി, ജീവിതത്തിൽ മോറലിറ്റി, അതിലൂടെയാണ് എറ്റേണിറ്റി, ശാശ്വതമായിരിക്കുന്ന അനശ്വരമായ ജീവിതത്തിന്റെ പരിണിതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പരാർത്ഥ്യമാം അദ്ഭുത സൂക്ത സത്വക സ്വരാഢ്യമാഹം മതഭേദഗീതിയാൽ സ്ഥിരാതരാൽ വീർപ്പു മടക്കി നിന്നഹോ മരാമരം പോലെ സമീരനും സംഭവിച്ചുകൊണ്ടിട്ടാണ് മഹാകവി വള്ളത്തോൾ ഉമർ റളിയല്ലാഹുവിന് പോലും മനപരിവർത്തനം ഉണ്ടായതും ഈമാനിക ശക്തി കിട്ടിയതും ഇസ്ലാമിന്റെ വെളിച്ചം, ഈമാന്റെ വെളിച്ചം കൽബിന്റെ അകത്തേക്ക് ചെന്നുകൊണ്ടാണെന്ന് മഹാകവി വള്ളത്തോട് നാരായണമേ മഹാകവിയാണ്. പരസ്യമാക്കുന്ന പിശാചധർമ്മമീ പരം നഹിക്കുന്ന സഹിഷ്ണുനീയഹോ പരന്റെ ചോരക്കസിനാവു നീട്ടി നിർഭരം കുതിക്കുന്നു പിശാചിരപ്പമേ. അന്യന്റെ ചോരക്ക് അസി എന്ന് പറഞ്ഞാൽ വാള്, അസിനാവ്, വാളിന്റെ നാവ് നീട്ടിയിട്ട് ഒറയിൽ നിന്ന് വാളൂരിയിട്ട് സൈഫും മുസല്ലൽ, ആ വാളെടുത്തിട്ട് ഉമർ റളിയല്ലാഹു പോയത് പരന്റെ ചോര കുതിച്ചിട്ടാണ്. അപ്പോഴാണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ് വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന ആയത്ത് ഉമർ റളിയല്ലാഹു ഓതി മനപരിവർത്തനം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ഇന്നത്തെ വിശ്വാസത്തിന്റെ സുഗന്ധം എന്ന സബ്ജക്ട് നമുക്ക് പ്രചോദനമാകട്ടെ. ഈ ചേതോഹരമായിരിക്കുന്ന മുഹൂർത്തത്തിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ അങ്ങനെ ഹൃദയം തൊട്ട ഒരു പ്രാർത്ഥന നടത്താൻ അഭിലഷിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളിൽ നിന്ന് ദിവംഗതർക്ക് ഔഫറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുന്നണി വിദ്യാർത്ഥി പടയണി ഇവിടെ ചെയ്ത് തീർത്ത സേവനങ്ങൾ മഹത്തരം, പ്രശംസാപാത്രം, പ്രശംസിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അവരെ അഭിനന്ദിക്കുക, പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അവർ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ സഹായിച്ച ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. മരണപ്പെട്ട സമസ്തയുടെ പ്രവർത്തകൻ ഖാലിദ് ഹാജിക്ക, അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗൾഫിലുള്ള നമ്മുടെ പ്രവാസികൾ അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. 10, 20, 25 വയസ്സിന്റെ താഴെയുള്ള നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഘടകരാണ് ഇതിന്റെയൊക്കെ പ്രധാന പ്രവർത്തകന്മാർ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ് മറ്റു പ്രവർത്തകർ. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യണമെന്നൊരു സഹോദരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സഹോദരിയാണ്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അള്ളാഹു സന്താന സൗഭാഗ്യം നൽകുമാറാകട്ടെ. വീട് പണി പൂർത്തിയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അതിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കുമാറാകട്ടെ. ഉമ്മാന്റെ അസുഖം സുഖപ്പെടാൻ ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബ് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിക്ക് സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകൾ, ശാരീരികമായി സഹായിച്ച അതിലേറെ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം ഈ ലോകത്തും അതിലുപരി അടുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂത്താപ്പയുടെ ഭാര്യ അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ്. ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ശിഫ എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മായിൽ സാഹിബിന്റെ നാട്ടുകാരിഫ, അള്ളാഹു ആ മഹ്ദിയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇരിട്ടിയിൽ നമ്മൾ കാണാതായിരുന്ന ദിയാമോളുടെ പിതാവ് സുഹൈൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മായി മിനിയാന്ന് മരിച്ചുപോയി പെട്ടെന്ന്. 3 മക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആരിഫ 2 മക്കളുടെ ഉമ്മയാണെങ്കിൽ ഇരിട്ടിയിൽ മിനിയാന്ന് മരിച്ച സഹോദരി 3 മക്കളുടെ മാതാവാണ്. അതേ പ്രായം. അള്ളാഹു എത്രയും പെട്ടെന്ന് മൗഫറത്ത് കൊടുക്കട്ടെ. ആ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സഹനം, ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുഅ്മിന, പാലക്കാട്ടുകാരിയായ മുഅ്മിന, മക്കയിലെ ഹറം ഷരീഫിൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പാകത്തിലുള്ള ജീവത്യാഗം നടത്താൻ സൗഭാഗ്യം ലഭിച്ചുപോയ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നുപോയ മഹദിക്ക്
പടച്ചറബ് ബർസഖ് ഉഖ്റവിയായ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ഹറമിലെ അത്യാഹിതത്തിൽ മരിച്ചുപോയ സകല ഹാജിമാർക്കും ഹാജമാർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, ഈ നാട്ടിലും മറുനാടുകളിലും ഒക്കെ. അല്ലാഹു ആകസ്മിക മരണങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ദുആയിലേക്ക് നാളെ എന്റെ സഹൃദയനായ സ്നേഹിതൻ ഷമീർ ദാരിമി കൊല്ലം നേരത്തെ ഇവിടെ എത്തും. നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ 10:30 മണിയായി. നമുക്ക് 10 മണിക്ക് പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഒരിക്കലും ഉണ്ടാകരുത്. ഇന്ന് പരിപാടി തുടങ്ങുന്നതിന് മുമ്പും മഴ പെയ്തു, ഇപ്പൊ അത് അവസാനിക്കുമ്പോഴും മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന സന്ദർഭത്തിലുള്ള ദുആ അഖ്റബു ഇലൽ ഇജാബ, അത് ഉത്തരം കിട്ടാൻ ഏറ്റവും സമീപസ്ഥമാണ്. ഇത് ദുൽഹിജ്ജയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ 10 രാത്രി, ആ 10 രാത്രികൾ എന്ന് ഖുർആൻ പേരെടുത്ത് പറഞ്ഞ രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ്. ഇൽമിന്റെ സദസ്സാണ്. മുസ്തഫ നബിന്റെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കി പെരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത 2 ദിവസങ്ങളിലും നമ്മുടെ പരിപാടിയെ നിങ്ങൾ ഗംഭീരമാക്കി കൊടുക്കണം, വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. കുറച്ച് തേന് ഇന്നലെ ശൈഖുന ഉസ്താദ് അവർകൾ ദുആ ചെയ്ത് മന്ത്രിച്ച തേനാണ്. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ നേരെ സദസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ റേറ്റ് ഒന്നും പറയുന്നില്ല, ലേല സംവിധാനത്തിലേക്ക് ഇതിനെ ഞാൻ കൊണ്ടുപോകുന്നുമില്ല. നിങ്ങൾ നല്ലൊരു വിലക്ക് ഇതിനെ വിളിച്ചെടുക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു 313 രൂപ സഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഇത് വിളിച്ചു കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹു ഖൈർ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാ രോഗത്തെയും അല്ലാഹു കരിച്ചു കളയുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള മാർഗങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകാതെ അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആവശ്യമുള്ളവർക്ക് മുഴുവൻ കൊണ്ടുപോകാം. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, വളരെ പരിമിതമായ കുറച്ച് കുപ്പികളും മാത്രമേ ഇവിടെ ഉള്ളൂ. പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോകണം. നമ്മുടെ സദസ്സ് ദ്വായിലേക്ക് കിടക്കുകയാണ്. പല നാളെ ചെന്നാൾ കൊടുത്താൽ മതി, അതും കുഴപ്പമില്ല. നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ കൈപ്പറ്റാം. എവിടെ സംഘാടകർ ആണ് കൊണ്ടുപോകാൻ പറയും കേട്ടോ. അവിടെ സദസ്സിൽ വാങ്ങാൻ ആളുടെ നമ്മൾ ദ്വാ ഇങ്ങനെ നടക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നല്ല നീയത്ത് നന്നാക്കി ഹളൂറുൽ കൽബോട് കൂടെ വാങ്ങിക്കോളി. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഇത് ദീനിന്റെ സദസ്സാണ്. ഇത് പരിശുദ്ധമായ മതത്തിന്റെ സദസ്സാണ്. അല്ലാഹു സ്വീകരിക്കും, യാതൊരു തർക്കമില്ല വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഗൾഫിൽ നിന്നൊരു സഹോദരൻ 3333 രൂപ നമ്മുടെ സദസ്സിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബ് അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. നിങ്ങളിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ മതി, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. തഹജ്ജുദ് മുടക്കാത്ത ഉമ്മമാരുണ്ട്, ളുഹാ മുടക്കാത്ത ഉപ്പമാരുണ്ട്. ആ സദസ്സിൽ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفاء ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم إنا نسألك بحق الفاتحة وموعظتنا ونصيحتنا ونياتنا وخطباتنا أن تفتح لنا كل خير وأن تتفضل علينا بالخير. اللهم وأن تجعلنا من أهل الخير. اللهم لا مانع لما أعطيت ولا معطي لما منعت. اللهم بحق هذا المجلس الكريم